സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾ, ഉച്ചയ്ക്കുള്ള ഊണിന് ശേഷം ഭാഗവതത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം നിർവഹിക്കേണ്ട ഉത്തരവാദിത്വമാണ് എനിക്ക് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് എല്ലാവർക്കും ഉറക്കം വരുന്ന സമയമാണ്, എനിക്കും ഉറക്കം വരുന്ന സമയമാണ്. അപ്പോൾ പ്രേക്ഷകർ മുഴുവൻ ഉറങ്ങുകയും ആ സമയത്ത് ഉറങ്ങിയും കൊണ്ട് പ്രസംഗിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്കുള്ള ഒരു പ്രത്യേക സിദ്ധി കുട്ടിക്കാലം മുതലൊക്കെ ഉണ്ട്. അപ്പം നമുക്ക്, ഞാനും ഉറങ്ങും, കേൾക്കുന്നവരും ഉറങ്ങായതുകൊണ്ട് നമുക്ക് ഉറങ്ങിയും കൊണ്ട് സംസാരിക്കാം. ഏറ്റവും നല്ല കാര്യം ഉറങ്ങിയും കൊണ്ട് പഠിക്കണം എന്നാണ് പറയുക. ഉറക്കത്തിൽ പഠിക്കണമത്രേ. ഇന്നത്തെ ഏറ്റവും പുതിയ ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ 100 പേജ് പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിച്ചിട്ടവിടെ വെച്ചാൽ പിന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഇത് മുഴുവൻ പഠിച്ച് ബുദ്ധിയിൽ കയറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉറക്കത്തിൽ പഠിക്കുക എന്ന് പറയാറുണ്ട്. ഭീഷ്മസ്തുതിയും കുന്തിസ്തുതിയും ഒരു താരതമ്യം എന്നൊരു തലക്കെട്ട് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ താരതമ്യം എന്നുള്ള വാക്കൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ താരതമ്യം എന്ന് കൊണ്ടൊന്നുമില്ല, താരതമ്യം പാടില്ല. അച്ഛനോ അമ്മയോ വലുത് എന്ന താരതമ്യം പറയുമ്പോൾ ഒരാൾ വലുത് എന്ന് പറഞ്ഞാൽ വേറെ ആൾ കുറഞ്ഞു. ഗംഗാനദിയോ കാവേരിയോ വലുത് എന്ന താരതമ്യം പറയുമ്പോൾ ആകെ ബുദ്ധിമുട്ടായി, ഒരു നദിയെ കുറ്റം പറയണം. അപ്പം താരതമ്യം വരുമ്പോൾ ഒരു പരദൂഷണത്തിൻ്റെ ഒരു അംശം അവിടെ വരും. അതേ സമയത്ത് താരതമ്യത്തിലൂടെ അല്ലാതെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനും പറ്റില്ല. താരതമ്യത്തിലൂടെയാണല്ലോ ഉയർന്ന ആള് ചെറിയ ആള്, ഉയർന്ന ഒരാളുണ്ടെങ്കിലേ ചെറിയ ആളും തോന്നുള്ളൂ. അപ്പോൾ താരതമ്യം ആവശ്യവുമാണ്. അതേ സമയത്ത് തുടക്കത്തിൽ നമ്മൾ ചിന്തിക്കുന്നു, ഈ ഭീഷ്മസ്തുതി സ്തുതിയാണ്, കുന്തി സ്തുതിയും സ്തുതിയാണ്. എന്തിനപ്പം ഈ സ്തുതി? സ്തുതിയുടെ ആവശ്യം എന്താണ് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. സ്തുതി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവുണ്ട്. എന്താ കാരണം? ഒരാൾ പ്രസംഗിക്കാനായിട്ട് വന്നു, സ്വാഗത പ്രസംഗം നന്നായില്ലെങ്കിൽ ആ പ്രസംഗം ഏശില്ല. എന്താ കാരണം? ഈ വരുന്ന ആളെ എല്ലാവർക്കും അറിഞ്ഞൂടെ? അറിയാമെങ്കിൽ പോലും സ്വാഗത പ്രസംഗം പറയാണ്, ഈ വന്ന് നിൽക്കുന്ന ആള് ഗോപാലൻ നായർ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണവർക്ക് എല്ലാവരും അറിഞ്ഞു. രണ്ടാമത് പറയാണ്, ഏറ്റവും നന്നായി പാട്ട് പാടുന്ന കല്യാണിക്കുട്ടിയുടെ ഭർത്താവാണ്. ഓ, കല്യാണിക്കുട്ടിയുടെ ഭർത്താവാണല്ലേ, സദസ്സിൻ്റെ രൂപേ മാറി. മൂന്നാമത് പറയാണ്, ഇദ്ദേഹമാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷവൈദ്യനാണ്. ഓ, വിഷവൈദ്യൻ, അത് ഇദ്ദേഹമാണല്ലേ, അദ്ദേഹത്തെ ഒന്ന് കാണണട്ടോ. നാലാമത് ഇന്ന മഹാനായ ആളുടെ കൂടെ പഠിച്ച ആളാണ്. ഓ, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളാണല്ലേ. ഈ ഒരു 100 ആംഗിളിൽ നിന്ന് അങ്ങോട്ട് പറയുമ്പോഴേക്ക് എന്തൊക്കെയായി? ഇന്ന ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. ഓഹോ, അങ്ങനെ കാണണമല്ലോ. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ. ഓ, എനിക്ക് ബാംഗ്ലൂരിൽ കാര്യം സാധിക്കാറുണ്ട്, ഇദ്ദേഹത്തെ കണ്ടാൽ മതി, മകനെ പോയി കാണാം. ചുരുക്കത്തിൽ സ്തുതിച്ച് ഒരു 100 കാര്യം പറയുമ്പോഴേക്കും അവിടേക്ക് എത്തി. അതുകൊണ്ടാണ് സഹസ്രനാമം പരാശക്തിയെ കീർത്തിക്കുന്നു, വിഷ്ണുവിനെ കീർത്തിക്കുന്നു. ആ കീർത്തിക്കുമ്പോൾ നമ്മുടെ ശക്തിവിശേഷത്തിന് എത്രയോ ഉയർച്ച കിട്ടി. ഒരേ കാര്യമാണ്, വിഷ്ണുവിനെ പല രീതിയിൽ ചിത്രീകരിച്ചു. അനിർദ്ദേശവഭൂ എന്നും പറഞ്ഞു, രൂപല്ല. ഏതാണ്? നിർദ്ദേശിക്കപ്പെടാത്ത ശരീരത്തോടു കൂടിയവൻ വിഷ്ണു. അതും കഴിഞ്ഞ് പൈത്തീശ്വരൻ. ഓഹോ, അപ്പം മുട്ടുവേദനയ്ക്ക് വിഷ്ണു വിചാരിച്ച ഗുണം കിട്ടൂല്ലേ, ആ സങ്കല്പത്തിലേക്ക് വന്നു. അപ്പം സ്തുതിക്കുമ്പോഴാണ് ഒരു വസ്തുവിനെ നാം ശരിക്ക് അറിയുന്നത്. നമ്മളെ ഒരാൾ സ്തുതിക്കുമ്പോഴാണ് ആ സ്തുതിക്കുന്ന ആൾ കേൾക്കുന്ന ആളും ഇത്ര കാര്യങ്ങളുണ്ടല്ലേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേറെ ആൾ സ്തുതിക്കുമ്പോഴാണ്, ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങൾ എത്ര അവിടെ വാടകയ്ക്ക് കൊടുക്കാനുള്ള എന്നറിയോ എന്നൊരു വരി കേൾക്കുമ്പോഴാണ് വേറെ ആൾ, ശരിയാണല്ലോ, ഒക്കെ ഒരു വീട് വേണമല്ലോ, ഇദ്ദേഹത്തെ കണ്ടാൽ മതിയല്ലോ, എവിടൊക്കെ എത്തുന്ന അർത്ഥം.
അതുകൊണ്ടാണ് അറിയുന്നതാണ് നമ്മൾ വിചാരിക്കരുത്. ഒരു സ്തുതി വരുമ്പോൾ ആ സ്തുതി വരുമ്പോൾ ആ ശക്തിവിശേഷമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വരുന്നു. പ്രത്യേകിച്ചും ഭാരതീയമായിട്ടുള്ള തത്വസംഹിതകളിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഏകമല്ലേ, ഒന്നല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത്രയധികം ദേവാലയങ്ങൾ, ഒരു അമ്പലത്തിൽ തന്നെ ധാരാളം ദൈവങ്ങൾ, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇന്ന് എല്ലാ ദൈവങ്ങളെയും തൊഴുന്നവർ ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇലക്ട്രിസിറ്റി നമ്മുടെയൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇലക്ട്രിസിറ്റി വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ നേരിട്ട് ഇലക്ട്രിസിറ്റി എവിടെയും കാണില്ല. എൻ്റെ ആവശ്യം കാറ്റ് കിട്ടലാകുമ്പോൾ അതിനെ ഫാനിലേക്ക് ചാനലൈസ് ചെയ്ത് എടുത്തു. മിക്സിയുടെ ആവശ്യം വരുമ്പോൾ പൊടിച്ച് കിട്ടാൻ അതേ കറണ്ടിനെ ഇവിടേക്ക് ചാനലൈസ് ചെയ്തെടുത്തു, മിക്സിയിലേക്ക്. ടെലിവിഷനിലേക്ക് ചാനലൈസ് ചെയ്തെടുത്തപ്പോൾ അത് പിക്ചറായിട്ട് കിട്ടി. ഫ്രിഡ്ജിലേക്കാവുമ്പോൾ തണുപ്പായിട്ട് കിട്ടി. അങ്ങനെ വരുമ്പോൾ വിഷ്ണുവിൻ്റെ രൂപത്തെ എങ്ങനെ നമുക്ക് ചാനലൈസ് ചെയ്തെടുക്കണമെങ്കിലും ചാനലൈസ് ചെയ്ത് എടുക്കാം. തണുപ്പായിട്ടും ചൂടായിട്ടും നമ്മളെ ആഹ്ലാദിക്കുന്നവനായിട്ടും സന്താനങ്ങൾ തരുന്നവനായിട്ടും നമ്മളിലെ ദുഷ്ടശക്തിയെ നിഗ്രഹിക്കുന്നവനായിട്ടും നാം ചാനലൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സഹസ്രനാമങ്ങളുടെയും സ്തുതികളുടെയും അടിസ്ഥാനം. ഇതിൽ ഭീഷ്മരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശപഥം ഉണ്ട്. ഭീഷ്മർ ശപഥത്തിൻ്റെ കാര്യത്തിൽ തെറ്റില്ല. കൃഷ്ണനെ കൊണ്ട് ആയുധം വെട്ടിപ്പിച്ചേ അടങ്ങൂ എന്ന് ശപഥം ചെയ്തു. കൃഷ്ണനാകട്ടെ ആയുധമെടുക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. എവിടെയും കാണാത്തൊരു പുതുമയാണ് തൻ്റെ ഭക്തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് കൃഷ്ണൻ സ്വയം വേണമെങ്കിൽ ചീത്തപ്പേരുണ്ടാക്കി എന്ന് പറയാം. അതാലോചിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുന്നത്. ഞാൻ ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ പറഞ്ഞ് കൃഷ്ണന് വേണമെങ്കിൽ വല്ല ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷെ ഭീഷ്മരുടെ പ്രതിജ്ഞയ്ക്ക് യാതൊരു വിഷമവും വരരുത്. ഭീഷ്മർ കളിയിൽ ജയിക്കണം എന്ന് കൃഷ്ണൻ വിചാരിച്ചു. ഈ കൃഷ്ണന്റെ ചരിത്രം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഏത് വ്യാകരണവും തെറ്റിക്കും. ഏത് വ്യാകരണവും തെറ്റിക്കാം. ഞാൻ ആയുധം എടുക്കില്ല എന്നുള്ളത് പോലെ ഭക്തന് വേണ്ടി ത്യജിച്ചു. കേദാർനാഥിൽ വെച്ചിട്ട് ഒരു തവണ, കേദാർനാഥിൽ ഞാൻ രാത്രി താമസിക്കുമ്പോൾ മുറിയിലുള്ള 90 വയസ്സ് കഴിഞ്ഞ ദമ്പതിമാർ രാത്രി കട്ടിൽ കിടന്നുകൊണ്ട് എൻ്റെ മുഖം കാണുന്നില്ല, അവർ കാണുന്നില്ല, അവരുടെ മുഖം ഞാനും കാണുന്നില്ല. ആരാണ് ആളെന്ന് മനസ്സിലാക്കാതെ ഇവർ രണ്ടുപേരും പറയാണ് മക്കളില്ലാത്തവരാണ്, ഞങ്ങൾ കൃഷ്ണഭക്തനാണ്, കൃഷ്ണൻ വിളിച്ചാൽ വരും, കൃഷ്ണനോട് പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ എണീക്കുമ്പോൾ 3 ഇഡ്ഡലി വേണം, ചായയും വേണം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ അവിടെ ഉണ്ടാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. ഇത്ര ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി കഥ പറച്ചിൽ. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എൻ്റെ മുഖം കാണുന്നില്ല, മലയാളിയാണെന്ന് അറിയുള്ളൂ. 90 കഴിഞ്ഞവരാ, ഒട്ടും നടക്കാൻ വയ്യാത്തവരാണ് ഈ പറയണത്. ഇങ്ങനെ കൃഷ്ണൻ ജോലിക്ക് ആളെ പറഞ്ഞു വെച്ചു. കൃഷ്ണൻ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങോട്ട് വരാനുള്ള പൈസ കൃഷ്ണൻ മേശപ്പുറത്ത് കൊടുന്ന് വെച്ചു. കള്ളനാ കൃഷ്ണൻ എന്ന് പറയും. തട്ടുംപുറത്ത് ബഹളം ഉണ്ടാക്കുമ്പോൾ മിണ്ടാതിരിക്കുക അവിടെ എന്ന് ഞാൻ പറയും എന്നൊക്കെ ഇവർ കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും പറയാണ്, പിന്നെ ഒരു കാര്യം കേട്ടോ, നേരാണ് പറഞ്ഞട്ടോ, ആരാ കേൾക്കണേന്നറിയില്ല, ഞാൻ രജായിയിൽ 5 എണ്ണത്തിൽ പോച്ചിട്ടാ കിടക്കണത്, ഞങ്ങൾ നേരാണ് പറഞ്ഞട്ടോ, നേരാണ് കേട്ടോ പറഞ്ഞോട്ടോ, എന്തിനാ ഈ അന്യന്മാരും പരിചയമില്ലാത്തവരോട് നുണ പറയണത്? എൻ്റെ മനസ്സിൽ ഈ സംശയം ഭയങ്കരമായിട്ടുണ്ടായി. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃഷ്ണഭക്തി ഉണ്ടായാൽ മതിയല്ലോ, കുന്തി ദേവിയെ പോലെ. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ നമുക്ക് ആളായല്ലോ. പണിക്ക് ആളെ കിട്ടാനില്ലാത്ത കാലത്ത് കൃഷ്ണൻ വന്ന് ജോലിക്ക് നിൽക്കുകയും ചെയ്യാമല്ലോ. ഈ സംശയം എൻ്റെ മനസ്സിൽ പലപ്പോഴും കിടന്നു. ഇതേമായുള്ള സംശയങ്ങൾ തീർത്തു തരുന്ന പല മഹാത്മാക്കളും ഉണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിച്ചു, ഇവർ പറയണത് നേരാണോ നുണയാണോ? അങ്ങനെ നേരാണെങ്കിൽ നമുക്കൊരു കാര്യം ആലോചിക്കാം, നമുക്കൊക്കെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാമെന്നാണല്ലോ, കൃഷ്ണനെ സ്തുതിച്ചാൽ മതിയല്ലോ. ഇവർ പറയുന്നത് നേരാണോ നുണയാണോ? ഈ 3 ഇഡ്ഡലി മതി നാളെ രാവിലെ കൃഷ്ണൻ ഉണ്ടാക്കി കൊടുക്കുക. നുണയാണെന്ന് പറയാൻ പറ്റില്ല, അവർക്ക് നുണ വരേണ്ട കാര്യമല്ല. അപ്പം അവരെന്നോട് ചോദിച്ചു, താങ്കൾ പി ആർ നാഥൻ
കൃഷ്ണൻ വിശ്വാസിയാണോ ദൈവവിശ്വാസിയാണോ? അപ്പം ഞാൻ പറഞ്ഞു ആണെന്നാണ് ഇപ്പം വിചാരിച്ചിട്ടുണ്ട്. എന്നാലല്ല. പ്രഭാഷണം നടത്തി എന്നുള്ളതുകൊണ്ടോ പുസ്തകം രചിച്ചു എന്നുള്ളതുകൊണ്ടോ ദൈവവിശ്വാസിയല്ല. ദൈവം വിചാരിച്ചാൽ, കൃഷ്ണൻ വിചാരിച്ചാൽ എന്തും നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു എന്തും നടക്കും. എങ്കിൽ പിന്നെ കൃഷ്ണൻ വിചാരിച്ചാൽ 3 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചും കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെവിടെ നിൽക്കുക? കൃഷ്ണൻ വിചാരിച്ചാൽ രാവിലേക്ക് 3 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മുടെ വിചാരേ 37 രൂപ 50 പൈസ കൃത്യമായിട്ട് 50 പൈസയുടെ നാണയം വരെ കൊടുന്ന് വെക്കാൻ കൃഷ്ണൻ വിചാരിച്ചാൽ പറ്റില്ല. ഇതാ നമ്മുടെ വിചാരം. യഥാർത്ഥത്തിൽ നമ്മൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഈ സംശയം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണല്ലോ സന്താന ഗോപാലൻ കഥയിൽ ബ്രാഹ്മണന്റെ മക്കൾ ഓരോരുത്തരായിട്ട് മരിച്ച് ഇത് മുഴുവൻ പറയുമ്പോൾ 10 മക്കളിൽ 9 പേരും കഴിഞ്ഞു. കൃഷ്ണൻ ചിരിച്ചും കൊണ്ടിരിക്കുമ്പോൾ അർജുനൻ എന്ന് പറഞ്ഞ ആരാ? നമ്മൾ. ഈ മക്കളെന്ന് പറഞ്ഞാൽ എന്താണ്? 5, 5, 10, 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവുമാണ്. ഇതിലത്തെ 5 കർമ്മേന്ദ്രിയത്തിലത്തെ 4 പോയി, 5 ജ്ഞാനേന്ദ്രിയം പോയി, 5, 4, 9 പോയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നോക്കിയിട്ട് അർജുനൻ എന്ന ENT സ്പെഷ്യലിസ്റ്റ് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ 10ാമത്തെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച് ഈ അർജുനൻ എന്ന നമ്മളെ പ്രതിനിധീകരിക്കുന്ന സ്പെഷ്യലിസ്റ്റ് നോക്കിയിട്ട് അവസാനത്തെ ഡെഡ് ബോഡി പോലും കണ്ടില്ല. 5 കർമ്മേന്ദ്രിയം 5, 5, 10 അങ്ങോട്ട് പോയപ്പോൾ ആലോചിക്കണം, കൃഷ്ണൻ ഇടപെട്ടപ്പോൾ 5, 5, 10 മടക്കി കിട്ടിയല്ലോ. സംഭവിക്കാറില്ലേ? എല്ലാം നശിച്ചു നിങ്ങട്ടില്ല എന്ന് പറഞ്ഞ കാര്യം പ്രകൃതി ശക്തി ഏറ്റവും മുൻപിലേക്ക് വരുന്ന അവസരമാണ്. ഇതിനെയാണ് നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഒരു സിസ്റ്റം തന്നെ ഉണ്ട്, തുടക്കത്തിൽ തന്നെ പഠിക്കാണ്ട്. ദൈവവ്യവസായം. കുന്തി ദേവിയുടെ ചിന്താഗതിയും ഭക്തിയും അതിനനുസരിച്ചായിരുന്നു. അതുകൊണ്ടാണ് കുന്തി ദേവി എനിക്ക് ദുഃഖം തരിക, എനിക്ക് ദുഃഖം തന്നാൽ മതി, ദുഃഖം തരുമ്പോൾ മാത്രമേ ഭഗവാനെ ഓർക്കുകയുള്ളൂ. കേരളത്തിലുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഏത് സമയത്തും ആഹാരമില്ലാതെ ഇരിക്കുന്ന അയാൾക്കൊരാൾ കൊണ്ടുപോയിട്ട് 2 പഴം വാങ്ങിക്കൊടുത്തു. ആ പഴം തിന്നില്ല. അദ്ദേഹം പറഞ്ഞു ഈ പഴം തിന്നാൽ എൻ്റെ വിശപ്പ് പോവും, വിശപ്പ് പോയാൽ ഞാൻ ഭഗവാനെ ഓർക്കില്ല. അപ്പം കുന്തിദേവി ദുഃഖം ചോദിച്ചു എന്ന് പറയാൻ കാരണം നമ്മൾ ദുഃഖം ചോദിച്ചു വാങ്ങണമെന്നല്ല. ഏതൊരു കാര്യവും ரொம்ப സന്തോഷം എന്ന് പറയും. ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷത്തിലേക്കാണ് നീങ്ങുക എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഏതൊന്നിനെ ചൊല്ലി നമ്മൾ ദുഃഖിച്ചിട്ടുണ്ടോ ആ ദുഃഖം മുഴുവൻ സന്തോഷമായിട്ട് വന്നു. ഇന്ന് 2010 ഡിസംബറിൽ നമ്മൾ ഭാഗവതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, കുന്തി സ്തുതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പണ്ടത്തെ കാലത്ത് ആളുകളുടെ മനസ്സിൻ്റെ സംവിധാനമാണോ നമ്മുടെ മനസ്സിൻ്റെ സംവിധാനം? നമ്മുടെ ബുദ്ധിയുടെ സോഫ്റ്റ്വെയർ അനുസരിച്ചാണല്ലോ നമ്മൾ ജീവിതത്തെ കാണുന്നത്. ഞാൻ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണ്. ഞാൻ കോഴിക്കോട് മാങ്കാവിലാണ് താമസിക്കുന്നത്. ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കണത്? ഞങ്ങളുടെ ഭാവി ആര് നോക്കാണ്ടാവും? ഈ രീതിയിൽ പോയി എങ്ങനെ ഉണ്ടാവും? ഉള്ളിക്ക് വില കിലോ 18 ഉറുപ്പ്യെന്ന് 80 ഉറുപ്പ്യായിട്ടാണ് വർദ്ധിച്ചത്. ഇനി 80 എന്നുള്ളത് 800 ആവും. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബില്ലും ബാക്കി ബില്ലും ഇപ്പം താങ്ങാൻ പറ്റുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ വയസ്സുകാലത്ത് നോക്കാനും ആളുണ്ടാവില്ല. ഒരാൾ മരിച്ചാൽ വേറൊരാളാവും. ബാക്കി ഒരാൾ ഒറ്റപ്പെട്ടാൽ എങ്ങനെ കഴിയും? ശ്വാസം വലിച്ചു കിടന്നാൽ എങ്ങനെ കഴിയും? ഇതാണ് ചന്തം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. എൻ്റെ ചിന്ത അങ്ങോട്ട് പറയണം, സ്വയം അനലൈസ് ചെയ്തിട്ട്. വയ്യാതെ കിടന്ന ആരാ നോക്കുക? പ്രസംഗം കേൾക്കാൻ വന്നവരല്ലോ വരെ അവിടേക്ക് കാണും, ആരുണ്ടാവും. ഇനി ഒരു മറുവശം, ഇതേ നാട്ടിൽ ഞാൻ പട്ടാമ്പി സ്വദേശിയാണ്. എൻ്റെ അച്ഛൻ പ്രഭാകരമേനൻ എന്ന് പറയുന്ന ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു. 49 ഉറുപ്പ്യ ശമ്പളമായിരുന്നു. 8 മക്കളാണ്. ഈ 49 ഉറുപ്പ്യ ശമ്പളം കൊണ്ട് 8 മക്കളെ എങ്ങനെ വളർത്തും എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കണ ഞാൻ കണ്ടിട്ടില്ല. ഒരു ടെൻഷനും ഇല്ല.
അതെന്തായിരുന്നു? നമ്മളിത് ആലോചിക്കണം, നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഒരു കുട്ടിയെയും വെച്ച് ഇവൻ്റെ ഭാവിയിൽ എന്താവും? ഇപ്പം മെഡിക്കൽ കോളേജിൽ 50 ലക്ഷമാണ് വാങ്ങണത്. ഇവൻ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ 3 കോടിയാവും. 3 കോടി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നുകൊണ്ട് ഇവിടെ ഉറക്കല്ലാതിരിക്കുമ്പോൾ 8 മക്കളുടെ അമ്മയായ എൻ്റെ അമ്മ 8 മക്കളുണ്ട്, 49 രൂപ ശമ്പളം വെച്ച് സന്ധ്യയായ ശാസ്ത്രീയ സംഗീതം പാട്ട് പാടിയിരുന്നു. പാട്ടുപാടി 8 മക്കളുടെ അമ്മ ശാസ്ത്രീയ സംഗീതം. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ദൈവവ്യപരാശയം നമുക്കുണ്ടോ? എന്തെല്ലാം ഒരുക്കി ഒരു വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുമ്പേ എല്ലാതും ഒരുക്കി, ടെലിവിഷനും ഫ്രിഡ്ജും പ്രശ്നങ്ങളും എല്ലാം ഒരുക്കിയിട്ടാണ് വീട്ടിൽ കയറുന്ന ഭാര്യയും ഭർത്താവും കൂടി. ഈ 49 രൂപ ശമ്പളക്കാരൻ മാഷ് 3000 രൂപയ്ക്ക് വീട് പണിത് ക്രമേണ ചെത്തിത്തേപ്പും താഴത്തെ പണി നടക്കുക. മക്കളുടെ കല്യാണം ആകുമ്പോഴേക്കായിരിക്കും കുമ്മായം. അപ്പോഴേ ഉള്ളൂ. ആദ്യത്തെ ദിവസം, ഉദ്ഘാടന ദിവസം, വീടിൻ്റെ മുമ്പിലത്തെ 4 ഓട് മാറ്റി വെച്ചിരിക്കണം, പല്ലില്ലാത്ത ആളെ കാണുന്ന പോലെ. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, പരിപൂർണത പാടില്ല. ഒരു സംഭവം പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായി? പിന്നെ അത് അവരോഹണമായി. പരിപൂർണത പാടില്ല. ആളുകൾ കണ്ണിടട്ടെ തന്നെയാണ് 4 ഓട് അവിടെ മാറ്റി വെക്കുന്ന സിസ്റ്റം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് എല്ലാം സമ്പൂർണമാക്കി വെച്ച് ജീവിതത്തിലേക്കാണ് പ്രവേശിച്ചാലാണ് ആദ്യത്തെ ദിവസം തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും തല്ലുംപിടി ഉണ്ടാക്കുകയും 10 ദിവസം കഴിയുമ്പോൾ ഡൈവേഴ്സ് നോട്ടീസ് അയക്കാനും കഴിയുള്ളൂ. ഈശ്വരന് വിട്ടുകൊടുക്കുന്ന ആ സിസ്റ്റം നമ്മളുടെ ചികിത്സാ രീതിയിൽ വരെ ഉണ്ടായിരുന്നു. ദൈവവ്യപാസം. കുന്തി ദേവി സ്തുതിച്ചത് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ച ഒരു വ്യക്തിയുടെ ആത്മകഥ വായിച്ചപ്പോൾ അതിലൊരു ഭാഗമാണ്, ഭാര്യ 5ാമത്തെ പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വിവരം കിട്ടിയ, കത്ത് കിട്ടിയ. അവിടെ ചെന്നു, ഭാര്യ പ്രസവിച്ച് വെക്കണം, 4 കുട്ടികൾ ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ കുശലൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം കുളിക്കാൻ എണീറ്റപ്പോൾ ഭാര്യ പറഞ്ഞല്ല, 28 കേമായി നടത്തണ്ടേ. ഓ ശരി തന്നെ, 28 പൈസ ഇല്ലല്ലോ, വള കൊടുത്തിട്ട് ഇത് പണയം വെച്ചിട്ട് 28 നടത്താം. ഇദ്ദേഹം എഴുതിയിരിക്കുക. അപ്പോഴാണ്, അതല്ലാതെ കുട്ടിയുടെ 28ഉം കുട്ടി ജനിക്കുന്നതിന് മുമ്പ് നക്ഷത്രം വരെ എഴുതി കൊടുക്കുന്നതാണ് ഇന്നത്തെ സിസ്റ്റം. ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്ന് മുൻകൂട്ടി അറിഞ്ഞു, പിറക്കാനിരിക്കുന്ന കുട്ടിയെ നക്ഷത്രം നിശ്ചയിച്ചു, അതിന് അഡ്മിഷൻ്റെ കാര്യം ശരിയാക്കി. നാം ഈ ദൈവവ്യവകാശത്തിൽ നിന്ന് അങ്ങോട്ട് മുഴുവൻ മാറി ഈശ്വരന് ഒന്നും അങ്ങോട്ട് വിട്ടുകൊടുക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ടെൻഷൻ വർദ്ധിച്ചു. നമ്മുടെ മുൻ തലമുറയിലുള്ളവർക്ക് ഇങ്ങനെ ഭാഗവതയജ്ഞവും ഇങ്ങനെ വിവരവും വിജ്ഞാനമൊന്നും അവർക്കില്ലെങ്കിലും അവരിങ്ങനെ ടെൻഷൻ്റെ കൂടെ പോയിട്ടില്ല. ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ ചെന്നു. മനഃശാസ്ത്രജ്ഞന് മാനസിക ടെൻഷൻ വന്നിട്ടാണ് PR നാഥനെ വിളിച്ചിരിക്കുന്നത്. അതിലാണ് രസം. പുള്ളിക്ക് ടെൻഷൻ സഹിക്കാൻ കഴിയാതെ നിങ്ങളൊന്ന് വരിക, ടെൻഷൻ ഒന്ന് കുറഞ്ഞു കിട്ടണല്ലോ. ഞാൻ പറഞ്ഞു, ടെൻഷനോട് ടെൻഷനാണ്. പാസ്റ്റ് ടെൻഷൻ, കഴിഞ്ഞു പോയ കാര്യം ടെൻഷൻ, വർത്തമാനകാലം എപ്പോഴും ടെൻഷൻ, ഫ്യൂച്ചർ ടെൻഷൻ, ഇനി വരാതിരിക്കണ കാര്യം ടെൻഷനാണ്. അവിടെ ചെന്നപ്പോൾ നിന്റെ ടെൻഷൻ കുറച്ചും കൂടി കൂട്ടി. ഇപ്പോൾ ഒരു ദമ്പതിമാർ പോയത് കണ്ടു. ഞാൻ കണ്ടു, എന്താ പ്രശ്നം? അല്ല, അവരുടെ മകളുടെ കല്യാണത്തിൻ്റെ കാര്യം നടക്കാത്തതിൻ്റെ ഉള്ള പ്രശ്നമാണ്. അത് എന്നോട് വന്ന് കൺസൾട്ട് ചെയ്ത് പ്രശ്നമായി. ജ്യോത്സ്യന്മാരെയൊക്കെ പോയി കണ്ടുവരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛനും അമ്മയാവുമ്പോൾ മകളുടെ കല്യാണക്കാര്യം ടെൻഷൻ ഉണ്ടാവില്ലേ? ടെൻഷൻ ഉണ്ടാവും. കുട്ടിക്ക് എത്ര വയസ്സറിയോ? 8 വയസ്സേ ഉള്ളൂ. ഇപ്പം തന്നെ ടെൻഷൻ തന്നെ. ടെൻഷൻ ഇപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് നമ്മുടെ നാട്ടിൽ. ഇത് ഈശ്വരൻ എന്തോ വഴി കാണും എന്ന രീതിയായിരുന്നു കുന്തി ദേവിയുടെ കാഴ്ചപ്പാട്. നമ്മുടെ വീട്ടിലൊരു കുട്ടി ഇപ്പം ചിരിച്ചാൽ എന്താ സംഭവിക്കുക? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ചിരിച്ചാൽ അച്ഛനും അമ്മയും പറഞ്ഞ ഡയലോഗ് എന്താ? ചിരിച്ചും കൊണ്ട് നടന്നോ, പരീക്ഷ വരുന്നു, ചിരിക്കണ്ടെന്ന്. നിങ്ങൾ ചിരിക്കുന്ന വേണ്ട, ടെൻഷൻ ഇഞ്ചക്ട് ചെയ്യുക. മറ്റേ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് വന്നിട്ട് തോറ്റു. ഇപ്പൊ ഏതായാലും ചില കുട്ടികൾ ഇപ്പൊ തോറ്റു എന്നല്ല ഇപ്പൊ പറയാ, പേപ്പർ കിട്ടാണ്ട്, 3 പേപ്പർ കിട്ടാണ്ട്. അത് തരക്കടല്ലോ. ആദ്യം എനിക്ക് ഈ പ്രയോഗം മനസ്സിലായിരുന്നില്ല. അപ്പൊ കുട്ടികൾ വന്നിട്ട് പറയും, ഒരു അനിയന്റെ മക്കളൊക്കെയാണ്, കിട്ടാണ്ട് 3 പേപ്പർ. തരക്കടില്ല, കിട്ടാനുള്ള കാര്യമല്ലേ, നല്ലതാണല്ലോ, കൊടുക്കേണ്ടതല്ലല്ലോ എന്ന്.
ഈ ടെൻഷൻ എന്നുള്ളത് ജീവിതത്തിൽ ദൈവവ്യപാശയം കുന്തിദേവി കൃഷ്ണനിൽ അർപ്പിച്ചു. ഈ കൃഷ്ണനാകട്ടെ ഏറ്റവും വലിയൊരു അത്ഭുതകം നമ്മുടെ ജീവിതത്തിൽ എക്കാലത്തും ഉൾക്കൊള്ളാവുന്ന ഒരു മഹത്തായിട്ടുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനമാണ്. കൃഷ്ണൻ ഒരാളോടും വിരോധമില്ല, ഒരാളോടും വിരോധമില്ല. വേണമെങ്കിൽ ചോദിക്കാം, ഒരാൾ ചോദിച്ചു, ഒരു ആനയെ കൊന്നിട്ടുണ്ടല്ലോ. കംസനെ കാണാനായിട്ട് ചെന്നപ്പോൾ കുവലയാപീഠം എന്നുള്ളൊരു ആനയെ കാണുകയും ആന കൃഷ്ണന്റെ നേരെ വരികയും ചെയ്തപ്പോൾ കൃഷ്ണന് ആനയെ കണ്ടപ്പോൾ ഭാവം എന്തായിരുന്നു അറിയോ? അതിൻ്റെ മസ്തകം കണ്ടപ്പോൾ പ്രിയസഖിയായ രാധയുടെ സ്തനങ്ങളെയാണ് ഓർമ്മ വന്നത്. അത്ര സ്നേഹവും വാത്സല്യമാണ് ആനയോട് തോന്നി. ആന എടുത്തൊരു ഏറാടെ വരുന്നു. കൃഷ്ണന്റെ എല്ലാ കാര്യങ്ങളും പ്രതീകാത്മകമാണ് എന്ന് നാം ചിന്തിക്കണം. കൃഷ്ണലീല എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് സംഭവിച്ചു? അടിസ്ഥാനപരമായിട്ട് നാളെ PR നാഥൻ ഇവിടെ ഒരു നാടകം അവതരിപ്പിക്കണു എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരുടെ രീതിയെ മാറ്റണം. പ്രഭാഷണമല്ല നാടകം. ആദ്യരംഗം തന്നെ മദ്യപിച്ചിട്ടായിരിക്കും വരിക. നാടകം ആദ്യം അനൗൺസ് ചെയ്തു, ലീല, കൃഷ്ണലീല. കുവലയാപീഠം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭൂമിയെ പീഡിപ്പിക്കുന്നത്. അത് വേണമെങ്കിൽ വ്യാസന് ചെയ്യാമായിരുന്നു. വന്ന ഉടനെ JCB എടുത്തിട്ടാണ്ട് വലിച്ചെറിഞ്ഞു എന്ന് എഴുതായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു JCB ഇങ്ങോട്ട് വന്നു. അത് എഴുതാൻ ഞാൻ എന്താ കാരണം? JCBയുടെ പുതിയ യന്ത്രം വരുമ്പോൾ പേര് മാറും. ഇപ്പം തന്നെ VCP മാറി DVD ആയി പലതും വന്നില്ലേ. ആന എക്കാലത്തും ഉണ്ടാവും. അപ്പൊ ഭൂമിയെ പീഡിപ്പിക്കുന്നത് ആനയെയും ബാക്കി ജീവജാലങ്ങളെയും എക്കാലത്തും ഉണ്ടാകുന്ന ജീവജാലങ്ങളെ നമ്മൾ പ്രതീകവൽക്കരിക്കാനുള്ള കാരണം യന്ത്രങ്ങളിലൊക്കെ പേരെഴുതിയാൽ മാറും എന്നുള്ളതുകൊണ്ടാണ്. ഭൂമിയെ പീഡിപ്പിക്കരുത്. ഇതുപോലെ കൃഷ്ണന്റെ ഓരോരോ കാര്യവും കൃഷ്ണൻ മണ്ണ് തിന്നു. ഒന്നാമത് കൃഷ്ണൻ മണ്ണ് തിന്നാനുള്ളൊരു കാരണമുണ്ട്. കൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഭൂമിദേവി വന്നിട്ട് പറഞ്ഞു, അങ്ങ് എൻ്റെ മടിത്തട്ടിലൂടെ ഓടി നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്, ഞാൻ എന്തെങ്കിലും തിന്നാൻ തരും, തിന്നണം എന്ന് പറഞ്ഞു. പോയിട്ട് ഭൂമിദേവിയെ കുറച്ച് കായകളും ബലങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പറഞ്ഞു, അമ്മേ ഇതൊക്കെ കുരങ്ങന്മാർക്കും മനുഷ്യന്മാർക്കൊക്കെ തിന്നാനുള്ളല്ലോ, എനിക്ക് തരുന്നത് ശരിയാണോ? ഞാൻ ഇതിൻ്റെ ഉടമസ്ഥനല്ലല്ലോ. ഭൂമിയിൽ ഇതൊക്കെ ഉണ്ടായത് ഈ ജീവജാലങ്ങൾ തിന്നാനുള്ളതല്ലേ, അപ്പം ഞാനിത് തിന്നുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കൃഷ്ണൻ. എന്നാൽ ഇത് തിന്നുമെന്ന് പറഞ്ഞിട്ട് ഒരു ഇലയിൽ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് കൊടുത്തു. കൃഷ്ണൻ ഭൂമിദേവിയുടെ സന്തോഷത്തിന് വേണ്ടി തിന്നപ്പോൾ ബാക്കി അമ്മയുടെ കൂട്ടുകാരൊക്കെ കണ്ടത് മകൻ എന്താ മണ്ണ് തിന്നുന്നു എന്ന് യശോദയ്ക്ക് പറഞ്ഞു കൊടുത്തു. യശോദ ഒന്ന് മണ്ണ് തിന്നു വെച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വായ ഉറക്കുമെന്ന് പറഞ്ഞു. വായ ഉറന്നപ്പോൾ ബ്രഹ്മാണ്ടം മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. മണ്ണ് തിന്നോ? ഇല്ല. കാരണം മണ്ണ് വേറെ, അമ്മ വേറെ, ഞാൻ വേറെ എന്നൊന്നില്ല എന്ന അദ്വൈത ഫിലോസഫി 50,000 പേജിൽ ഒതുങ്ങാത്തത് ഈ കുട്ടി അങ്ങോട്ട് പറഞ്ഞു. അല്ലാതെ കൃഷ്ണൻ നുണ പറഞ്ഞതല്ല. ബ്രഹ്മാണ്ടം മുഴുവൻ വായെ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരമാണു അദ്വൈത ഫിലോസഫി കൃഷ്ണൻ അമ്മയോട് പറഞ്ഞു. അവിടുന്ന് അങ്ങോട്ട് കൃഷ്ണന്റെ ഓരോരോ കാര്യവും ലീല എന്ന് പറയാൻ കാരണം പുരാണ കഥകൾ വായിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിൻ്റെ ഒറിജിൻ എന്താണ് നമ്മൾ നോക്കണം. ആ ഒറിജിനൽ എന്താണെന്ന് നോക്കിയിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് എന്താ ബന്ധം, ആത്മസ്വരൂപത്തിലേക്ക് വരാമെന്ന് രാവിലെ പ്രഭാഷണം നിർവഹിച്ച രാമൻ ഡോക്ടർ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ. നമ്മളേ ഉള്ളൂ, എല്ലാം കാണുന്നവൻ മാത്രമാണ് ഉള്ളത്. ആ കാണുന്നവൻ മാത്രമാണ് ഉള്ളതെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ അവസാനം കൽക്കി ഇങ്ങോട്ട് വരും എന്നാണ്. ലോകത്തിൻ്റെ അവസാനം വരെ നമ്മൾ നിലനിൽക്കുമോ? ഇല്ല. അപ്പം ലോകത്തിൻ്റെ അവസാനത്തിലൊരു കൽക്കി വന്നത് വന്നില്ലെങ്കിൽ എന്ത്, നമുക്കിപ്പോൾ എന്താ ഇതിൽ ബാധകം? അപ്പം എല്ലാം ഈ ദ്രഷ്ടാവുണ്ടെങ്കിൽ എല്ലാത്തിനെയും സംബന്ധിച്ചിടത്തോളം കാണുന്നവൻ നാം ഉണ്ടാകണം. അപ്പം കൽക്കി എവിടേക്കാണ് വരണത്? എന്നിലേക്കാണ് വരണം. കൽക്കി എങ്ങനെയാണ് വരിക? കുതിരപ്പുറത്താണ് വരിക. 4 കാലുള്ള ഒരു കുതിരയെ വിലയ്ക്ക് വാങ്ങിയിട്ട് കൽക്കി ഇതിലങ്ങോട്ട് വരും എന്നല്ല. കുതിര എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, സ്പീഡ്.
നമ്മുടെ അവസാനത്തിൻ്റെ കാരണം നമ്മുടെ തന്നെ സ്പീഡ് ആയിരിക്കും. പ്രഷറാണെങ്കിലും ഹാർട്ടാണെങ്കിലും ശരി, ഏത് അസുഖമാണെങ്കിലും ശരി, സ്പീഡ് എന്നുള്ളത് നമുക്ക് വർദ്ധിച്ചു. വേഗത, ഏത് കാര്യത്തിനും വേഗതയാണ്. മൊബൈൽ ഫോൺ കിട്ടിയാൽ തന്നെ 2 ബെല്ലടിക്കുമ്പോഴേക്കും ആളെടുത്തില്ലെങ്കിൽ നമുക്കിവിടെ ടെൻഷനായി, സ്പീഡ് വർദ്ധിച്ചു. ഈ സ്പീഡ് എന്നുള്ളതും ഭയം എന്നുള്ളതും ഒന്ന് തന്നെയാണ്. സ്പീഡ് പാടില്ല, ഭയവും സ്പീഡും ഒന്നാണ്. അതുകൊണ്ടാണ് ആധ്യാത്മിക കാര്യങ്ങൾ പറയുമ്പോൾ ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇരുന്ന് പറയണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടക്കുമ്പോൾ ഭീഷ്മാചാര്യർ കൃഷ്ണനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ കൃഷ്ണൻ സഹായത്തിനുണ്ടായിട്ടും കൗരവര് എത്ര ദുഃഖമാണ് അനുഭവിക്കുന്നത്, എത്ര ദുഃഖമാണ് അനുഭവിക്കുന്നത്. ഈ കുന്തിദേവി പറഞ്ഞത് ദൈവത്തെ ആശ്രയിക്കൂ, ദൈവം ഇതിനൊരു പോംവഴി കണ്ടു കാണും. അത് ഗ്രാമീണമായിട്ട് പറഞ്ഞാൽ ഒരു പുഷ്പം ഉണ്ടായാൽ ആ പുഷ്പത്തിൽ പിന്നീട് കായുണ്ടാവും. എന്നാൽ ചിലതിൽ മാത്രം മത്തൻ തുടങ്ങിയ കാര്യങ്ങളിൽ കായ ഉണ്ടായിട്ടാ പൂവുണ്ടാവുക. അപ്പൊ എപ്പോൾ മത്തൻ വള്ളി കാണുമ്പോൾ നമ്മൾ കുന്തിദേവി എന്ന് ആലോചിക്കുന്നതല്ല, ഞാൻ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ വേറൊന്നാണ് ആലോചിക്കുക. കായ ഉണ്ടായിട്ടാ പൂവുണ്ടാവുക. ഇതുപോലെ കൃഷ്ണൻ പരിഹാരം കണ്ടതിന് ശേഷമാണ് പ്രശ്നം ഉണ്ടാക്കുക. കൃഷ്ണൻ പരിഹാരമൊക്കെ ഉണ്ടാവും. കഥ എഴുത്താറുണ്ടല്ലോ, ക്ലൈമാക്സ് ഇല്ലാത്തതുകൊണ്ട് പകുതിയാക്കി വെച്ച കഥ എത്രയുണ്ട്. ഞാൻ തന്നെ അങ്ങനെ ക്ലൈമാക്സ് ഇല്ല, ക്ലൈമാക്സ് കണ്ടേ. അപ്പൊ ക്ലൈമാക്സ് കണ്ടിട്ടാണ് കൃഷ്ണൻ ഈ പ്രശ്നം ഉണ്ടാക്കുക. അങ്ങനെയുള്ള മത്തൻ ഉണ്ടായതിനു ശേഷമാണ് അതിൻ്റെ മുകളിൽ പൂവ് ഉണ്ടാവുക എന്ന് പറഞ്ഞ മാതിരി ഇതൊരു സദസ്സിൽ ഞാൻ പറഞ്ഞു. മാനസികമായിട്ട് വളർച്ച ഇല്ലാത്തൊരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ആ അമ്മയോട് ഞാൻ പറഞ്ഞു, ഈ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള പരിഹാരം കണ്ടതിന് ശേഷമാണ് ഈ കുട്ടി ഇവിടെ ജനിച്ചിരിക്കുന്നത്, പേടിക്കണ്ട. കഥാകൃത്ത് ക്ലൈമാക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ചിരിക്കുക. നല്ലൊരു ഡ്യൂട്ടിയല്ലേ. മഹാനായിട്ടുള്ള ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്? ആ കുട്ടിയെ നോക്കാനാണ്. ഈ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഭീഷ്മര് ഹിതത്തിനനുസരിച്ചല്ലാതെ ദുഃഖങ്ങൾ അനുഭവിച്ചപ്പോഴും ഭീഷ്മർ സ്തുതിച്ചു. കുന്തിദേവിയുടെ ഹിതത്തിനോട് ചേർന്നുകൊണ്ട് കൃഷ്ണൻ പല സഹായം ചെയ്തപ്പോഴും സ്തുതിച്ചു. ഇത് രണ്ടും വായിക്കുന്ന ഭാഗവതത്തിൽ ഇത് രണ്ടും വായിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലായിരുന്നാലും ശരി, കൃഷ്ണൻ എന്ത് പറയണോ, കോസ്മിക് പവർ, പരാശക്തി എന്ത് പറയണോ അതിനനുസരിച്ച് നമ്മൾ സോഫ്റ്റ്വെയർ മാറ്റണം. അർജുനനും കൃഷ്ണനും കൂടി നടന്നു പോകുമ്പോൾ ഒരു കാക്കയെ കണ്ടു. ഇത് എന്താ അർജുനാന്ന് വെച്ചു. കാക്കാന്ന്. കാക്കയല്ല, പരുന്തല്ലേ എന്ന് വെച്ചു. അതേന്ന് അർജുൻ. രണ്ടുപേരും കൂടി കുറച്ചു ദൂരം നടന്നു പോയിട്ട് ഒരു പശുവിനെ കണ്ടു. ഇതെന്താ അർജുനാന്ന് വെച്ചു. പശുന്ന്. പശു അല്ല, ഇത് കുതിരയാണെന്ന് പറഞ്ഞു കൃഷ്ണൻ. അതേന്ന്. ഇങ്ങനെ കൃഷ്ണൻ ഒന്ന് അർജുനൻ പറഞ്ഞതിന് മുഴുവനെ തിരിച്ച് കൃഷ്ണൻ ഇതല്ലെന്ന് ചോദിക്കുമ്പോൾ അർജുനൻ മാറ്റി പറയുമ്പോൾ കൃഷ്ണൻ ചോദിച്ചു, എന്താണ് അർജുന ഞാൻ പറയണതിൻ്റെ ഭാഗം ചേർന്നിട്ട് പിന്നെ മാറി പറയണത്? അങ്ങ് എന്തു പറയണോ അതാണ് ശരി. കൃഷ്ണൻ എന്തു പറയണോ, ഞാൻ കാക്കാന്ന് വിചാരിച്ചതിനെ നോക്കിയിട്ട് കൃഷ്ണൻ പരുന്തെന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതി ശക്തി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഭീഷ്മാചാര്യർക്ക് ചില അബദ്ധം പറ്റി. ആ ഭീഷ്മാചാര്യരിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ചികിത്സാ രീതി വരെയുണ്ട്. ഭാരതത്തിൻ്റെ സിദ്ധവൈദ്യം, ആയുർവേദം ഇതൊക്കെ മനസ്സിലാക്കിയവർക്കറിയാം. അതിൽ ഒരു എല്ലാ രോഗത്തിൻ്റെയും കാരണം പ്രജ്ഞാപരാധം എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഭീഷ്മസ്തുതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ പ്രജ്ഞാപരാധം? നമുക്കിപ്പോൾ എന്തായിട്ടുള്ള ബന്ധം? ഇത് രണ്ടും നമുക്ക് ഇന്നത്തെ ദിവസം ഒന്നറിയണം. പ്രജ്ഞാപരാധം എന്നാൽ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യരോട് ചോദിച്ചു, ഒരു വ്യക്തിയുടെ ഭാഗ്യം എന്താണ്? ഒരു ജനതയുടെ രാജ്യത്തിൻ്റെ ഭാഗ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, പ്രജ്ഞയുള്ള ഒരു ജനത, പ്രജ്ഞയുള്ള ഒരു വ്യക്തി, ഇതൊരു ഭാഗ്യം. എന്താണ് പ്രജ്ഞ?
പ്രജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പലതുമല്ല. പല പദങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനൽ അർത്ഥം മുഴുവൻ പോകും. ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് പ്രേമം എന്നുള്ളതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രേമം എന്നുള്ള അർത്ഥം കിട്ടുമോ? ലവ് എന്നൊക്കെ പറയാമെന്നല്ലാതെ. അന്ധക്കരണം എന്തായാലും ട്രാൻസ്ലേഷൻ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. ചെടികൾക്കുണ്ട്, ജീവജാലങ്ങൾക്കുണ്ട്, ഒരു പശുവിനും പോത്തിനും എല്ലാത്തിനും ബുദ്ധിയുണ്ട്. വൃക്ഷങ്ങൾക്ക് ബുദ്ധി ഉണ്ടായത് കൊണ്ടാണ് വൃക്ഷങ്ങളുടെ ശിരസ് കീഴ്പ്പെട്ടാണ് എന്നേ ഉള്ളൂ. വൃക്ഷങ്ങളുടെ പാദങ്ങളാണ് മുകളിൽ, ശിരസ് വേരാണ്, അടിയിലേക്കാണ് വൃക്ഷം. ജീവജാലങ്ങൾ സമാന്തരമാണ്. ബ്രെയിൻ സൂര്യന് അഭിമുഖമായിട്ട് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബുദ്ധി ഇല്ലാത്ത ഒരു കൊല്ലാൻ കൊണ്ടുപോകുന്ന ജീവജാലത്തിന് വരെയും തന്നെ കൊല്ലാൻ കൊണ്ടുപോകുക എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ട്. അതിനേക്കാൾ ഉയർന്നതാണ് മേധ എന്ന ഒരു വിശേഷം. മേധ ബുദ്ധിയേക്കാൾ കുറച്ചും കൂടി ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ നോക്കിയിട്ട് മേധാശക്തിയുള്ള ആള് അവർക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനൊക്കെ കഴിയും. മേധാശക്തി അത് വൃക്ഷങ്ങൾക്കില്ല, ജീവജാലങ്ങൾക്കില്ല. ജീവജാലങ്ങൾക്ക് ബാക്കി കിളിക്ക് കൂട് കൂട്ടാൻ പറ്റുമെന്നല്ലാതെ വേറൊരാൾക്ക് ഗൃഹനിർമ്മാണം പഠിപ്പിക്കാൻ കിളിക്ക് പറ്റുകയില്ല. ആളുകളുടെ ബുദ്ധിയെ സ്വാധീനിക്കാൻ. ഈ മേധയേക്കാൾ ഉയർന്ന ഒരു സ്റ്റേജുണ്ട്. അതിൻ്റെ പേരാണ് സ്മൃതി. സ്മൃതി എന്ന് നമ്മൾ ആനുകാലികമായിട്ട് വിചാരിക്കുന്ന അർത്ഥമല്ല സ്മൃതിക്ക്. എന്ത് വേണമെങ്കിലും അങ്ങോട്ട് ഫീഡ് ചെയ്യാനും ഇങ്ങോട്ട് കൊടുക്കാവുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെക്കാൾ എത്രയോ 10,000 കോടി കമ്പ്യൂട്ടറിനേക്കാൾ വലുതാണ് സ്മൃതി എന്ന്. ജന്മജന്മാന്തരമായിട്ടുള്ള വാസനകൾ മുഴുവൻ അതിൽ കിടക്കുകയാണ്. ഇതാണ് സ്മൃതി. അത് നമ്മളിലുണ്ട് എത്രയോ ജന്മജന്മാന്തരമായിട്ട്. അതാണ് 2 വയസ്സായ കുട്ടി കരച്ചിൽ തുടങ്ങിയിട്ട് നെല്ലോളി നിർത്തുന്നില്ല. കോഴിക്കോടൻ അലുവ കൊടുത്തു, മിഠായി കൊടുത്തു, ബലൂൺ കൊടുത്തു, കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല. ചെറിയ കുട്ടിയാ. മുത്തച്ഛൻ കുറച്ച് വിവരമുണ്ട്. മുത്തച്ഛൻ എന്ത് ചോദിച്ചാൽ 500 രൂപയുടെ നോട്ടാൽ കൊടുത്തു. ഉടനെ കരച്ചിൽ വന്നു. മുത്തച്ഛൻ ആരുടെയെന്നോ പൈസയൊക്കെ വെട്ടിച്ചുണ്ടാക്കിയതാണ്. അയാൾ മരിച്ചിട്ട് വേറെ കുട്ടിയായിട്ട് ജനിച്ചായിരിക്കുന്നുള്ളത് എൻ്റെ ഭാഷ്യം. എന്തായിരുന്നാലും ശരി, ജന്മജന്മാന്തരമായിട്ട് ഈ പൈസ ഇതിനേക്കാൾ വലുതില്ല. ജീവിച്ചിരിക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടിയിൽ കിടക്കുന്നത്. ഇങ്ങനൊരു സ്മൃതി എല്ലാവരിലും കിടക്കുകയാണ്. ഒരു സിം കാർഡ് എത്ര പൈസ ഉണ്ടാക്കിയാലും ചെയ്താൽ 400 ഏക്കർ തെങ്ങും തോപ്പ് ഒരാൾക്ക്. പിശുക്കൻ നമ്പർ 1 ആകെ ഒരു മകനേ ഉള്ളൂ. ആ 400 ഏക്കർ തെങ്ങും തോപ്പിട്ട് ഒരു ഇളനീര് പോലും കഴിച്ചിട്ടില്ല. മരിക്കണേന് മുമ്പ് വൈദ്യർ എഴുതി കൊടുത്തു, ജീവിച്ചിരിക്കണമെങ്കിൽ ഇളനീരിൽ ചേർത്ത് ഗുളിക കൊടുക്കണം. അപ്പോൾ ഒരു ഇളനീര് പോവില്ലേ? വൈദ്യരോട് വെച്ച് ഇളനീരിൽ തന്നെ വേണോ, പൈപ്പ് വെള്ളത്തിൽ പോരെ? അല്ല, ഇളനീരിൽ വേണം. അവസാനം ഒരു ഇളനീരിൽ കുട്ടിച്ചപ്പോഴാണ് പിശുക്കനായ അദ്ദേഹം പറഞ്ഞു, ഇതിന് നല്ല മധുരമുണ്ട് കേട്ടോ, തരക്കടില്ല കേട്ടോ, ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഇതൊക്കെ സ്വർണ്ണ നാണയമാക്കി ഉണ്ടാക്കി വെച്ചു. മരിക്കണേന് മുമ്പ് ആരോ പറഞ്ഞു, പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, എസ്റ്റേറ്റും കൊണ്ടുപോകാൻ പറ്റില്ല, സ്വർണ്ണ നാണയവും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു പവൻ ഏതായാലും എടുത്തിട്ട് വിഴുങ്ങി. പിന്നെ പേടിക്കണ്ട, അത്രയെങ്കിലും ആകാമല്ലോ, അതെങ്കിലും കൊണ്ടുപോകാമല്ലോ. ഇപ്പൊ പവൻ എന്താ വില? അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ മകൻ സന്തോഷമായി. അച്ഛൻ മരിച്ചു, ഓ മൈ ഡാഡി എന്നൊക്കെ പറഞ്ഞു നാട്ടുകാരെ കാണിച്ചത്. സങ്കടക്കപ്പെട്ട് ഡെഡ് ബോഡി എടുക്കുമ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, അച്ഛനൊരു പവൻ വിഴുങ്ങിയെന്നു. മകൻ എന്ത് വെച്ചാൽ ശീലക്കുടയുടെ കമ്പി എടുത്തിട്ട് ചങ്കല് കുത്തിയിട്ട് എടുത്തു. എന്തായിരുന്നാ ശരി, അവസാനം പോണ വഴിക്ക് മകൻ്റെ കൈ കൊണ്ട് ശീലക്കുടയുടെ കമ്പി കൊണ്ട് ചങ്കല് കുത്തും കൊണ്ടു. ഈ ഒരു സംസ്കാരമുള്ളിൽ കിടക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ ഉയർന്ന സ്റ്റേജാണ് സ്മൃതി. സ്മൃതിയുടെ അപ്പുറത്ത് പ്രജ്ഞ. ഈ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പ്രജ്ഞയുള്ള ജനത, പ്രജ്ഞയുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ അപ്പുറത്താണ്. പ്രജ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ദിവസം മുമ്പ് കോഴിക്കോട് നിന്ന് ഞാൻ കഴിച്ച വത്തക്കയാണ് ഇപ്പം ഈ സംസാരിക്കണത്. ആ വത്തക്കയുടെ രൂപവും എൻ്റെ പ്രസംഗം തമ്മിൽ വല്ല ബന്ധമുണ്ട്? അതിൻ്റെ തെളിഞ്ഞ ഒരു രൂപമാണ്. അതിനെയാണ് എനർജി ആയിട്ട് ഈ വരുന്നത്. അപ്പോൾ ബുദ്ധിയിൽ നിന്ന് ഏറ്റവും ഉയർന്നൊരു മണ്ഡലമാണ് ഈ സംസാരിക്കണ. ഞാൻ തന്നെ അറിഞ്ഞൂടാ ഈ വാക്കുകൾ അന്ന് കഴിച്ച വത്തക്കയും വെണ്ടക്കയും ചോറും കൂട്ടാനുമാണ് ഈ പ്രഭാഷണമായിട്ട് വരണമെന്ന് പറഞ്ഞാൽ എത്രയോ പരിവർത്തനം വന്ന് ഏറ്റവും തെളിഞ്ഞ രൂപമാണ് പ്രജ്ഞ. ഈ പ്രജ്ഞയ്ക്ക്
അപരാധമായിട്ടുള്ള പല കാര്യവും നാം ചെയ്യുന്നുണ്ട്. ഇത് ഭീഷ്മാചാര്യരും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭീഷ്മാചാര്യർക്ക് പ്രജ്ഞ എന്നുള്ള പദത്തിൽ ഇത്ര ഇഷ്ടം. ഈ പ്രജ്ഞാപരാധം എന്ന് പറഞ്ഞാൽ ഈ പ്രജ്ഞ ഒബ്ജക്റ്റ് ചെയ്യുന്ന നിയമം അനുവദിക്കുന്നു. ചുറ്റും ആളുകൾ വിശന്നും കൊണ്ടിരിക്കണു, നമുക്ക് ആഹാരം കിട്ടി, നമ്മൾ കഴിക്കില്ലേ? കുട്ടികൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു, നമ്മൾ കഴിക്കില്ലേ? ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാന്നൊരു ദിവസം മുതൽക്ക് ഓർഡർ ഇട്ടു, ഇംഗ്ലീഷിലൊരു പേരും പറഞ്ഞു. നമുക്ക് വല്ല മടിയുണ്ടോ? നാളെ നിയമം നാട് മാറ്റി 6 വയസ്സ് വരെ കൊല്ലാം, ചോദ്യമല്ല, ഒരു പേര് മാറ്റിയാൽ മതിയല്ലോ. കൊല്ലുക എന്നുള്ള വാക്കൊന്നും വേണ്ടല്ലോ, റിമൂവ് ചെയ്യുന്ന ഒരു വാക്കുണ്ടായാൽ മതിയല്ലോ. നമുക്ക് എന്തെങ്കിലും മടിയുണ്ടോ? നാട് മുഴുവൻ ദാരിദ്ര്യമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് എനിക്ക് മാത്രമേ അത് പറ്റുള്ളൂ. നിങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ എനിക്ക് മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്ക് 10 ലക്ഷം റുപ്യ തരണം. നിയമം ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഒബ്ജക്റ്റ് ചെയ്യുന്ന ഒരു ശക്തിവിശേഷം അവനവനിൽ ഉണ്ട്. ഈ പ്രജ്ഞ. ദാരിദ്ര്യം പിടിച്ചൊരു രാജ്യം, എത്രയോ പേര് പട്ടിണി കിടന്ന് മരിക്കുന്നു. എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് സർക്കാർ തന്നതല്ലേ, ഞാൻ വലിയ ശമ്പളം വാങ്ങി കഴിയണം, സർക്കാർ തന്നതല്ലേ. ഇതൊന്നും പ്രജ്ഞയോട് പറഞ്ഞാൽ പറ്റില്ല. ഈ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്തെ രൂപ. അതുകൊണ്ടാണ് പലപ്പോഴും നാം ജീവിതത്തിൽ തന്നെ അവനവൻ്റെ കാര്യത്തെ ന്യായീകരിച്ച് ഇങ്ങനെ സംസാരിക്കും. ഈ പ്രജ്ഞ അവിടുന്ന് ശല്യം ഉണ്ടാക്കുക. ഈ പ്രജ്ഞ അവിടെ പറയുന്നത് ശരിയല്ല. ഈ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് ആചാര്യന്മാർ ആദ്യം പറഞ്ഞു, ഒരു ജീവിയെ കൊല്ലുമ്പോൾ വരെ അതിൻ്റെ ശിക്ഷ നമുക്കുണ്ട്. ഇത് പഴയ പ്രമാണത്തിൽ പറഞ്ഞ, പുതുതായിട്ട് ആരും പറഞ്ഞല്ല. ഒരു ജീവിയെ കൊല്ലുമ്പോൾ കൊല്ലുന്നവന് 20% ശിക്ഷയുള്ളൂ. 20%. 20% അതിൻ്റെ ലാഭം ആർക്ക് കിട്ടുന്നു അവർക്കാണ്. 20% ആരതിനെ കൂട്ടു നിൽക്കുന്നു അവർക്കാണ്. 20% ഇതിൻ്റെ മാംസം ഭക്ഷിച്ചവർക്കാണ്. ബാക്കി 20% നമുക്കൊക്കെ. ആർക്ക്? സാക്ഷികൾ. ഇത് രാജ്യത്ത് നടക്കുകയാണ്, നമ്മളതിന് സാക്ഷിയാണ്. 6 മാസം പ്രായമായ ഒരു കുട്ടിക്കും ഉണ്ട് ആ പാപം. ആ കുട്ടി അതിന് സാക്ഷിയാണ്. ആ കുട്ടി വെള്ളം ഉണ്ടാക്കിയില്ലല്ലോ. ഇങ്ങനെ ജന്മജന്മാന്തരമായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ രാജ്യത്തെ നമ്മുടെ പ്രജ്ഞ ഇതിനെ എതിർക്കണു. പിന്നെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് ഞാനെന്താ ചെയ്യുക, നമ്മളൊരാൾ മാത്രം നന്നായിട്ട് കാര്യമുണ്ടോ, എനിക്ക് ദൈവം ഇങ്ങനെ തന്നതല്ലേ, എനിക്ക് രാവിലെ ഇങ്ങനെ പണം ലാവിഷായിട്ട് തൂത്ത് കളയാൻ ഈശ്വരൻ ഇങ്ങനെ തരുമ്പോൾ എന്ത് ചെയ്യും? ആളുകൾ എൻ്റെ കയ്യിൽ കൊടുന്ന് തരുമ്പോഴേക്ക് വാങ്ങണ്ടേ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വിഷമാവില്ലേ? ഞാനും പൈസ കൊടുത്ത് പഠിച്ചതാണ്. ഈ പ്രജ്ഞാപരാധം ഇങ്ങനെ കൂടിക്കൂടുകയാണ്. ആ പ്രജ്ഞാപരാധം കൂടിയോണ്ട് തന്നെയാണ് ഭീഷ്മാചാര്യർക്ക് ICUയിൽ ഇത്ര കിടക്കേണ്ടി വന്നത്, കുഴലിട്ടിട്ട്. അതുകൊണ്ടാണല്ലോ ഭീഷ്മാചാര്യർ എപ്പോഴും പറഞ്ഞ വിഷ്ണുസ്തുതിയിൽ എപ്പോഴും ഭഗവാനെ ഭഗവാനെ എന്നും പറഞ്ഞ് കരഞ്ഞ് വരാനുള്ള കാരണം, ഇവിടെ ഭീഷ്മരും കുന്തിയും നാം തന്നെയായിട്ട് ചിന്തിച്ചു നോക്കൂ. ശരശയ്യെ കിടന്നിട്ട് അദ്ദേഹമാണ് പറഞ്ഞത്, ഗണപതി എഴുതി വെച്ചതാണല്ലോ നമ്മുടെ സഹസ്രനാമം. അവിടെ നോട്ട്. സഹസ്രനാമം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ ഒമ്നിപൊട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വ്യത്യസ്തമായുള്ള ഏങ്കിളിലും രൂപത്തിലും അദ്ദേഹത്തിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായി. അത് പറഞ്ഞു പിന്നീട് അത് എഴുതിയെടുക്കുകയാണ് ഉണ്ടായത്. പിന്നീട് എഴുതിയെടുത്തത് സ്ഫടികമാല നോക്കിയിട്ടാണ് എഴുതിയെടുത്തത്. സ്ഫടികത്തിനൊരു പ്രത്യേകതയുണ്ട്. സ്ഫടികമാല ധരിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നാമം ജപിക്കല്ലാത്ത എന്ത് കാര്യം പറഞ്ഞാലും മുഴുവൻ ഇതിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. സ്ഫടികത്തിന് ഇരട്ട പ്രശ്നമുള്ളൂ. എല്ലാവരും ധരിക്കരുതെന്നും പറഞ്ഞിട്ടില്ല. സ്ഫടികം ധരിച്ചിട്ട് വേണ്ടാത്ത അനാവശ്യം പറഞ്ഞാൽ അതും ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കും. ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് പ്രസംഗിക്കുന്ന മാതിരിയുള്ളൂ എന്നർത്ഥം. അബദ്ധമൊന്നുമില്ല. അന്ന് ഗണപതി ഈ സ്ഫടികം നോക്കിയിട്ട് ഭീഷ്മർ പറഞ്ഞത് മുഴുവൻ എഴുതിയെടുത്തു. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആധുനിക കമ്പ്യൂട്ടർ ചിപ്സ് എന്ന് പറയുന്നതും സ്ഫടികമാണ്. സ്ഫടികത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അന്ന് ഭീഷ്മർ ഏറ്റവും അധികം നമുക്ക് പറഞ്ഞത്, ഭീഷ്മസ്തുതിയിൽ പറഞ്ഞത്, ഒരു കാരണവശാലും നമ്മുടെ മനസാക്ഷിക്ക് യോജിക്കുന്ന കാര്യമേ ചെയ്യാവൂ എന്ന് പറയാറുണ്ട്.
നമ്മളപ്പോൾ അതൊക്കെ പറയണതും നമ്മളുടെ പ്രജ്ഞാപരാധം കൊണ്ടാണ്. ഇവിടെ മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും നമ്മൾ ശ്രദ്ധിക്കണം. എന്ത് അപരാധം ചെയ്തവരെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ മനസ്സാക്ഷി അങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സാക്ഷി ഇങ്ങനെ പറഞ്ഞു. യഥാർത്ഥത്തിൽ മനസ്സാക്ഷി അല്ലാതെ പറയണത്. മഹാഭാരത യുദ്ധം വന്നപ്പോൾ അർജുനൻ അവിടുന്ന് അസ്ത്രം അവിടെ താഴെ വെച്ചിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ബന്ധുജനങ്ങളെ കൊന്ന് എനിക്കൊരു ഭൗതിക നേട്ടവും വേണ്ടാന്ന്. അപ്പൊ കൃഷ്ണൻ അത്ര മഹാനാണെങ്കിൽ കൃഷ്ണൻ എന്താ വേണ്ടത്? അങ്ങനെ നമുക്ക് യുദ്ധം ഒഴിവാക്കാം, ഇതല്ലേ പറയണ്ടത്. കോടതിയിൽ കേസ് നടത്തിയിട്ട് 5 കൊല്ലായി, ഡൈവേഴ്സാണ്, ഭാര്യയും ഭർത്താവും. അവസാനം കുട്ടിയൊക്കെ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇവർക്ക് യോജിച്ചു പോകാൻ തോന്നിയപ്പോൾ ജഡ്ജി പറയണം യോജിക്കാൻ പാടില്ല എന്ന്. ജഡ്ജിയും വക്കീൽമാരും ഞങ്ങൾക്ക് എത്ര ഫീസ് തന്നാലും പറ്റില്ല, അത് പറ്റില്ല, നിങ്ങൾ വേറെ പിരിയെന്നെ വേണം എന്ന് പറയുന്ന പോലെയല്ലേ കൃഷ്ണൻ പറഞ്ഞത് എന്ന് ഞാനിപ്പോൾ പറയണത് തെറ്റിദ്ധരിപ്പിക്കാനാണ്, ഒരാശയം വ്യക്താക്കാനാണ്. പക്ഷെ ഇതിൻ്റെ ഉത്തരം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തേ കൃഷ്ണൻ പിന്നെ പറഞ്ഞു? കൃഷ്ണൻ യുദ്ധം ചെയ്യണമെന്നല്ല പറഞ്ഞത്. കൃഷ്ണൻ പറഞ്ഞത് നമ്മളൊരു തീരുമാനം ആദ്യം എടുത്തു, യുദ്ധം ചെയ്യാം. ആ തീരുമാനം എന്തായിരുന്നു? യുദ്ധം ചെയ്യാനാണ്. ആ തീരുമാനം നമ്മളെല്ലാം കൂടി വിളക്കെത്തിച്ച് വെച്ച് ഈ കല്യാണം നടത്തിയ മാതിരി അത് മനസ്സാക്ഷിയുടെ തീരുമാനമായിരുന്നു. മനസ്സാക്ഷിയുടെ തീരുമാനമായിരുന്നു യുദ്ധം ചെയ്യാൻ അന്ന് എടുത്തത്. ഇപ്പം എന്ത് സംഭവിച്ചു? വീട്ടിൽ നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് അച്ഛനും മകനും കൂടി വരുമ്പോൾ മകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പോയിട്ടൊന്ന് മൂത്രം വെച്ചു വാ, കാരണം ബസ് കയറാം. അല്ല എനിക്ക് മൂത്രം വയ്ക്കണ്ട, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോ, അല്ലെങ്കിപ്പോൾ വെള്ളം ദാഹില്ല. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ വന്നു. ദൂര സ്ഥലത്തേക്കുള്ള ബസ്സാണ്, ഇരിക്കാനുള്ള സീറ്റും കിട്ടും. കയറാൻ തുടങ്ങുമ്പോൾ മകൻ പറയണം, അച്ഛക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, എനിക്ക് ഗ്ലാസ് വെള്ളം കുടിക്കണം, ഒന്ന് മൂത്രമൊഴിച്ച് വരും വേണം. ഈ ബസ് പോയാൽ പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞാൽ ബസ്സുള്ളൂ, ഇതിൽ ഇരുന്ന് പോകാവുന്നത്. അപ്പം അച്ഛൻ പറഞ്ഞു, അവിടെ വെച്ച് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ, തീരുമാനം എടുത്തില്ലേ, ഇപ്പം എന്താ ആ തീരുമാനം നീ തന്നെ മാറ്റി പറഞ്ഞു. മാറ്റി പറഞ്ഞ നീ അവിടെ വെച്ചിട്ട് എൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണ്, ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ തീരുമാനമാണ്. മനസ്സാക്ഷി എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതും മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. ഈ സദസ്സിൽ ഞാൻ ഉൾപ്പെടെ കേട്ടിരിക്കുന്ന എല്ലാവരും കൂടിയിട്ട് മനസ്സാക്ഷിയുടെ തീരുമാനത്തിലേക്ക് വന്നാൽ മനസ്സാക്ഷി ഒന്നേ ഉള്ളൂ, കുറെ മനസ്സാക്ഷി ഇല്ല. ഗോപാലകൃഷ്ണന്മാർക്ക് ഒരു മനസ്സാക്ഷി, അപ്പുട്ടന്മാർക്ക് വേറൊരു മനസ്സാക്ഷി, അതില്ല. സാക്ഷി ഒന്നല്ലേ ഉള്ളൂ, മനസ്സാണ് മാറണത്. അപ്പൊ ഈ മനസ്സിനെ നമ്മൾ മനസ്സാക്ഷി എന്ന് വിളിക്കരുത്, വളരെ ശ്രദ്ധിക്കണം. മനസ്സിനെ മനസ്സാക്ഷി വിളിക്കരുത്, മനസ്സാക്ഷി ഒന്നേ ഉള്ളൂ. അപ്പൊ മനസ്സാക്ഷിയുടെ തീരുമാനത്തിലേക്ക് ചേർന്നാൽ കൃഷ്ണൻ പറഞ്ഞു, മനസ്സാക്ഷിയുടെ തീരുമാനത്തിലേക്ക് വാ. ഇതിപ്പോ കേട്ടിട്ട് യുദ്ധം വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ പോയി ഒരാഴ്ച കഴിഞ്ഞ് അർജുനൻ പിന്നെയും വരും, അവരുടെ ശല്യം സഹിക്കാൻ വയ്യ, പ്രശ്നം പിന്നെയും പൊന്തും. ഇതിനെക്കുറിച്ച് നല്ല ബോധം ഉണ്ടായതുകൊണ്ടാണ് ജീവിതത്തിലെ കയപ്പുള്ള അനുഭവങ്ങൾ ഭീഷ്മർക്കുണ്ടായപ്പോഴും ഭീഷ്മർ കൃഷ്ണനെ സ്തുതിക്കുക തന്നെ ചെയ്തു. ആ ഭീഷ്മർക്കും വേണ്ടുന്നത്ര സ്നേഹം തൻ്റെ പ്രതിജ്ഞ തെറ്റിച്ചിട്ടായിരുന്നാലും ശരി ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംസ്കാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഈ പ്രജ്ഞാപരാധമില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ജീവിതത്തിനെ അതിനനുസരിച്ച് ട്യൂൺ ചെയ്യാൻ നമുക്ക് കഴിയും. നമ്മുടെ മനസ്സിനനുസരിച്ച് ട്യൂൺ ചെയ്യാൻ പറ്റും. ഒരു മുറിയിൽ ഒരേ മാതിരി ഇരിക്കുന്ന വീണകൾ, ഒരു വീണ മീട്ടിയാൽ അതിൻ്റെ സ്വരം ബാക്കി എല്ലാത്തിലേക്കും വരും. ഇതേമാതിരി പണ്ടത്തെ നമ്മുടെ ഗ്രാമത്തിലെ മുത്തശ്ശിമാര് നമുക്ക് പറഞ്ഞു തന്നു, നാം നേരെയായി പ്രജ്ഞാപരാധമില്ലാത്തൊരു നല്ല ജീവിതം നയിക്കുകയും നല്ല സങ്കല്പത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ അതിൻ്റെ അനുഭവം തന്നെയാണ് കിട്ടുക. ഏറ്റവും അധികം വിഷമിച്ച് ഡൈവേഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള ദമ്പതിമാർ, ഇന്നിപ്പോൾ ഡൈവേഴ്സ് എന്നുള്ള സാധാരണ സംഭവമായി പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഒരാൾ പറയുക ഇന്ന ആളുടെ സ്വഭാവം മോശം, സാറൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്.
ആ ആൾ പറയും അവൾക്ക് സാറെന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പറഞ്ഞ കഥ മാത്രം കേട്ടാൽ മതി. അതൊരു കാട്ടാളൻ്റെ കഥ. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു മനുഷ്യപ്പറ്റുമില്ലാത്ത വ്യക്തിയാണ് കാട്ടാളൻ. യാതൊരു മനുഷ്യപ്പറ്റും. പ്രജ്ഞയെക്കുറിച്ചും അറിയില്ല, ബുദ്ധിയെക്കുറിച്ചും അറിയില്ല, കൃഷ്ണനൊന്നും കേട്ടിട്ടില്ല, അങ്ങനത്തെ കാട്ടാളൻ. പക്ഷെ ഏക്കർ കണക്കിൽ സ്ഥലമൊക്കെ കാട്ടാളനുണ്ട്. രാവിലെ വേട്ടയാടാൻ പോവും, മൃഗങ്ങളെയൊക്കെ കൊന്ന് മാംസമായിട്ട് വരും. കാട്ടാളന് ഭാര്യയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. ദിവസേന ഭാര്യയെ തല്ലാൻ വേണ്ടി വടി ഉണ്ടാക്കി വെച്ചിരിക്കുക. കാട്ടാളന് അത്രല്ലേ വരുള്ളൂ. അങ്ങനെ ദിവസേന ഭാര്യ തല്ലും. അടി കൊണ്ടിട്ട് ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചപ്പോൾ അവിടെ കുഴിച്ചിട്ടു. മറുത്ത് ചെറിയ കുട്ടി ഇതൊക്കെ കാണുകയാണ്. ആ ചെറിയ കുട്ടിയെ കണ്ട് കുറേ കഴിഞ്ഞിട്ട് കാട്ടാളനും മരിച്ചു പോയപ്പോൾ മകൻ മാത്രമായി. മകന് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ധാരണ എന്തായി? അച്ഛനമ്മയും കൂടി കാണിക്കുന്നത് കണ്ടല്ലോ. ഇങ്ങനെയാണല്ലോ ഇപ്പോൾ കല്യാണം കഴിച്ച് വിവാഹ ജീവിതം. മകൻ മുതിർന്നു, കല്യാണപ്രായമായി, നെല്ലും മാംസമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ ഇരിക്കും മകന് കല്യാണം കഴിക്കണം തോന്നി. കല്യാണം കഴിക്കണം തോന്നി ആദ്യം ചെയ്യേണ്ട എന്താ? ഭാര്യ തല്ലാനുള്ള വടി ഉണ്ടാക്കിയിട്ട്, ചൂരലിൻ്റെ വടി ഉണ്ടാക്കിയിട്ട് ഒരു ബണ്ടിലാക്കിയിട്ട് അവിടെ വെച്ചു. ഇനി കുറേ തല്ലിയാൽ എന്തുണ്ടാവും? കുഴിച്ചിടേണ്ടി വരും. കൊന്ന് കുഴി ഉണ്ടാക്കി വെച്ചു. ഇത്രയും കഴിഞ്ഞിട്ട് നല്ല ധനികനും സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പോൾ കാട്ടാളൻ്റെ സംസ്കാരത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. കാട്ടാളൻ്റെ സംസ്കാരത്തെ ഭാര്യ തല്ലാൻ വേണ്ടി വടി ഉണ്ടാക്കി വയ്ക്കുകയും കുഴി കുത്തുമെങ്കിൽ ആ സംസ്കാരമല്ലേ? കല്യാണം കഴിക്കാൻ പെണ്ണായിട്ട് ഇറങ്ങിയപ്പോൾ നാട്ടിലുള്ള കല്യാണിയടുത്തിയുടെ ഭർത്താവ് മരിച്ചെണ്ണു. ചിരിതക്കുട്ടിയെ ഭാഗവതം വായിച്ച് എല്ലാ സൽഗുണത്തോടു കൂടിയാണ് വളർത്തിയത്. പ്രജ്ഞാപരാധത്തിൻ്റെ പ്രോബ്ലമൊന്നുമില്ല. എല്ലാ പെണ്ണുങ്ങളും കാട്ടാളം പെണ്ണന്വേഷിച്ച് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഓടി ഒളിച്ചപ്പോൾ കല്യാണിയമ്മ അവിടെ വന്നു. കാട്ടാളൻ ചെറുപ്പക്കാരനെ വന്ന് പെണ്ണന്വേഷിച്ചിറങ്ങിയാ പറഞ്ഞു, ചിരിതക്കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് വെച്ചു. സ്വത്ത് മുഴുവൻ അവളുടെ പേരിലാവണം, ഒരു വിരോധവും ഇല്ലാന്ന്. ചിരിതക്കുട്ടി അച്ഛനില്ലാത്ത പെൺകുട്ടിയാണ്. ചിരിതക്കുട്ടിയെ കല്യാണം കഴിച്ചാണ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയതിനു ശേഷം കല്യാണിയമ്മയ്ക്ക് പിന്നെ ഇരിക്കപ്പെടുത്തിയില്ല. കാരണം കാണുന്ന സ്ത്രീകളൊക്കെ എന്ത് മഹാഭാവമാണ് നിങ്ങൾ ചെയ്ത്, തല്ലിക്കൊല്ലില്ലേ ആ കുട്ടിയെന്ന്. ഇത്ര നല്ല സൽസ്വഭാവി ചിരിതക്കുട്ടിയമാര് നല്ലൊരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് എത്ര പാപമാണ് ചെയ്തത്. കല്യാണത്തിക്ക് ഒരു ഉൾക്കൂല. കല്യാണത്തിൽ പറഞ്ഞു, അവളെ ഞാൻ ചെറുപ്പം മുതൽക്കേ ഭാഗവതം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുപ്പം മുതൽക്കേ പഠിപ്പിച്ചിരിക്കണേ യുദ്ധമല്ല പഠിപ്പിച്ചിരിക്കണ ഭാഗവതേ. ബാക്കി എല്ലാവരും പരിഹസിച്ചു. കല്യാണം കഴിച്ചു കൊണ്ടുപോയി. അവിടെ പോയി പിറ്റേ ദിവസം കാട്ടാളൻ പതിവ് പോലെ വീട്ടിലേക്ക് നെല്ലുമായിട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച, വീട്ടിൻ്റെ മുറ്റൊക്കെ അടിച്ചോരി വൃത്തിയാക്കിയതാ. കാട്ടാളന് ഒരു പ്രശ്നം ഉണ്ടായില്ല. പിറ്റേ ദിവസം വന്നപ്പോൾ എന്തായി? വീടൊക്കെ അടിച്ചോരി വൃത്തിയാക്കുക മാത്രമല്ല, സന്ധ്യയ്ക്ക് ഒരു വിളക്ക് എത്തി വെച്ചിരിക്കണു. അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കണം. കാട്ടാളനൊന്നും മിണ്ടിയില്ല. അനുരണനമല്ലാതെ ഈ ഭൂമിയിൽ ആരെ തിരുത്താനും നമുക്ക് പറ്റുകയില്ല. ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെയും തിരുത്താൻ നമുക്ക് പറ്റുകയില്ല. നമ്മളിൽ തിരുത്തി അതിനേക്കാൾ ശക്തമായിട്ടുള്ള വേവ് ലെങ്ത് അനുകരണം നമ്മളിൽ ഉണ്ടാക്കുകയല്ലാതെ. അതാണ് ഈ മുത്തശ്ശിക്കഥയുടെ തത്വം. മൂന്നാമത്തെ ദിവസം വന്നപ്പോൾ ഭാഗവതം വായിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു കാട്ടാളൻ. നാലാമത്തെ ദിവസം വേട്ടയാടാൻ പോയപ്പോൾ, ഞായറാഴ്ച ദിവസമാണ് പോകുമ്പോൾ പറഞ്ഞു, ചിരിതക്കുട്ടി പറഞ്ഞു, ഇന്ന് സൺഡേ ആണ് കാട്ടാളേട്ടാ ഇന്ന് പണിക്ക് പോണ്ട. ചിരിതക്കുട്ടി ഇന്ന് ജോലിക്ക് പോയില്ല, നമ്മളെങ്ങനെ ജീവിക്കുക? നമ്മൾ 3 ദിവസം ഉണ്ടാക്കിയിട്ടുള്ള മാംസമൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കാട്ടാളേട്ടൻ റെസ്റ്റ് എടുക്കൂ. പരിവർത്തനങ്ങൾ വന്നു. ഇത്രയും കഴിഞ്ഞ് നാട്ടിൽ പൂരം വന്നപ്പോൾ, പൂരത്തിന് കല്യാണിയെടുത്തി വന്നപ്പോൾ ബാക്കി സ്ത്രീകളൊരു മകളെ കൊലയ്ക്ക് കൊടുത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാട്ടാളേട്ടനും ചിരിതക്കുട്ടിയും കൂടി പൂരം കാണാൻ വന്നിട്ടു. അവളെ എടുത്തും കൊണ്ടാണ് എടുത്തും കൊണ്ട് വന്ന് ഇവിടെ നിർത്തി. നീ എന്തിനാ കാട്ടാള അവളെ എടുത്തും കൊണ്ട് വന്നേ? അല്ല, അവളെ നടത്തിയ ചിരിതക്കുട്ടിയുടെ കാലിൽ മുള്ളു കൊണ്ടാലോ? ചിരിതക്കുട്ടിയുടെ കാലിൽ മുള്ളു കൊണ്ടാലോ എന്ന്. ബാക്കി സ്ത്രീകൾ അത്ഭുതപ്പെട്ടു. അവസാനം പൂരം കഴിഞ്ഞ് ഇവളെ എടുത്തും കൊണ്ട് പോകുമ്പോൾ ചിരിതക്കുട്ടി ചോദിച്ചു, എന്തിനാ വീട്ടുമുറ്റത്ത് അവിടെ കുറെ ചൂരലിൻ്റെ വടി ഉണ്ടാക്കി വെച്ചെന്ന്? കാട്ടാളേട്ടാ, അത് എന്തിനുള്ളതാ?
ചിരിതക്കുട്ടി അത് വിറക് ആദ്യമേ ഉണ്ടാക്കിയതല്ലേ, കല്യാണത്തിന് മുമ്പേ കത്തിക്കാൻ വേണ്ടി ഉണങ്ങിയ വിറക് ഉണ്ടാക്കി വെച്ചതല്ലേ. കാട്ടാളേട്ട ആ കുഴി എന്തിനുള്ളതാ? അത് തെങ്ങിൻ തൈ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ കുഴിച്ചു വെച്ചതല്ലേ ചിരിതക്കുട്ടി എന്ന് പറഞ്ഞു. കാട്ടാളേട്ടനും ചിരിതക്കുട്ടിയും സുഖമായിട്ട് ജീവിച്ചു. പ്രജ്ഞ എന്നുള്ള അംശം കാട്ടാളനിൽ ഉദ്ദീപിക്കാൻ ഈ അനുരണനത്തിനല്ലാതെ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും ആധുനികമായ റെക്കി തുടങ്ങിയ ശാസ്ത്രങ്ങളൊക്കെ മാനസികമായിട്ട് സ്നേഹം കൊടുക്കുക എന്നുള്ള പരിവർത്തനം കൊണ്ടല്ലാതെ ഈ ഭൂമിയിൽ ആരെയും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിയില്ല. എല്ലാ ശാസ്ത്രവും പരാജയപ്പെട്ടിട്ടുണ്ട്. ക്ഷോഭത്തിനെ ക്ഷോഭം കൊണ്ട് നേരിടുമ്പോഴൊക്കെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണനും ധർമ്മവും പിന്നെ കൃഷ്ണനും കൂടെ ഉണ്ടായിട്ട് വരെ പാണ്ഡവന്മാർക്ക് ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നല്ലോ എന്ന് ഭാഗവതത്തിൽ ഭീഷ്മർ പറയുകയാണ്. ഇത് മൂന്നുണ്ടായി. ഇത് മൂന്നും ഉണ്ടായിട്ടും പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. ഈ പ്രജ്ഞ എന്നുള്ളത് പലതും എതിർക്കുന്നുണ്ട്. മനസാക്ഷി എന്നുള്ള വാക്ക്, മനസാക്ഷിയും പ്രജ്ഞയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, മനസ്സും മനസാക്ഷിയും വ്യത്യാസമുണ്ട്. മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞിരുന്നാലും ശരി, നമുക്കിന്നും വിശ്വാസം കൃഷ്ണനിൽ അല്ല. നാം ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലതാണ്. ഇതുകൊണ്ടാണ് ഈ പ്രജ്ഞയെ നിലനിർത്തൂ. പ്രജ്ഞയ്ക്ക് എതിരായിട്ട് വരുന്നൊരു കാര്യം രോഗത്തെ ഉണ്ടാക്കും. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ആദ്യമാണ്, ആയുർവേദത്തിൽ ആദ്യമേ പഠിക്കാനുണ്ട് പ്രജ്ഞാപരാധം. ഏത് കർമ്മം ചെയ്യുന്നോ കർമ്മത്തിനനുസരിച്ച് ബലമുണ്ടാവും. അധ്യാപകരെ അഭിസംബോധന ചെയ്യുമ്പോൾ തമാശയ്ക്ക് ഞാൻ പറയുന്ന വിഷയം കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കണം. കണക്ക് പഠിപ്പിക്കുമ്പോൾ കണക്ക് മാത്രമാവരുത്. മിക്കവാറും അധ്യാപകർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ വാദമാണ് വരിക. കാരണം അറിയുമോയെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ തട്ടിയതാ. എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ബാലശാപം ഉണ്ടെങ്കിൽ, ബാലശാപം വന്നാൽ വാദം തീർച്ചയാണ്. നമ്മുടെ പ്രജ്ഞയ്ക്ക് ചെയ്യുന്ന കർമ്മമാണ് രോഗമായി നമ്മളിൽ അവശേഷിക്കുന്നത്. ഏതൊരു കാര്യം. കുഷ്ഠരോഗബാധിതയായ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ ചോദിച്ചു, എവിടെയാണ്? വിദേശത്താണ്. മുതൽ എങ്ങനെയാണ് സമ്പാദിക്കുന്നത്? ഇഷ്ടംപോലെ വീട് വാങ്ങുക, പൂട്ടിയിടുക. കർമ്മം എന്താ? വീട് അവരെ സംബന്ധിച്ചിടത്തോളം വസതിയല്ല, താമസിക്കാനുള്ള സ്ഥലമല്ല, പ്രോപ്പർട്ടിയാണ്. വീട് പൂട്ടിയിടുക, മുറി അടച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി ആയിട്ടേ കാണുന്നുള്ളൂ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടാണ് നമ്മുടെ ശരീരം. പഞ്ചഭൂതങ്ങൾ 5നെയും തടവിലിടാൻ പാടില്ല, ഒന്നിനെയും തടവിലിടാൻ പാടില്ല. അതവിടെ പഞ്ചഭൂതങ്ങളിൽ അവിടെ ഒരെണ്ണത്തിനെ ഞാൻ തടവിലിടുമ്പോൾ എൻ്റെ പ്രജ്ഞ എന്നെ ബാധിക്കും. അതുകൊണ്ടാണ് തൊടി കിളച്ചിടണം എന്ന് പറഞ്ഞത്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള തൊടി വെറുതെ കിളച്ചിടണം, ഭൂമി ഇളകിക്കിടക്കണം. പണ്ട് മുറ്റടിക്കുമ്പോൾ കാരണവന്മാർ പറയുമായിരുന്നു, നല്ലപോലെ ഇളകട്ടെ. മണ്ണിളകാനാണ് മുറ്റടിക്കണത്. മണ്ണ് നല്ലപോലെ ഇളകട്ടെ എന്നാണ് പറയുക. ആ മണ്ണ് ഇളകി കിടക്കണം, അതിനാണ് തോട്ടം കളിക്കണത്. അല്ലാതെ മുറ്റത്ത് കരടും കടലാസും ഉണ്ടായത് കൊണ്ടല്ല. ഇപ്പം എന്ത് സംഭവിച്ചു? മണ്ണ് ഇളക്കമില്ലാത്ത മണ്ണായിട്ട് എത്ര സ്ഥലമുണ്ടോ അവിടെ മുഴുവൻ ഇൻ്റർലോക്ക് സിസ്റ്റം അനുസരിച്ച് മണ്ണ് ഇല്ലാതെ പൃഥ്വിതത്വത്തെ തടവിലിട്ടു. ജലതത്വത്തെ തടവിലിടുന്നതിനാണല്ലോ മലിനജലം എന്ന് പറഞ്ഞത്. ബോഡിയിൽ രക്തത്തിന് കെട്ടിക്കിടന്നാൽ അതിനെയാണല്ലോ മലിനരക്തം എന്ന് പറയുന്നത്. പുറത്തും നമ്മളത് ചെയ്യുന്നു. ജലാശയം ഉണ്ടാവണോ, അത് വെള്ളം കെട്ടിക്കിടക്കണം. അഗ്നിതത്വത്തെ നമ്മൾ തടവിലിടാൻ പാടില്ല. വീടിനകത്ത് താമസിക്കാൻ 2 മുറി, ബാക്കി 4 മുറി വെറുതെ പൂട്ടിക്കിടക്കണം. ആ ടെമ്പറേച്ചർ അങ്ങനെ നിൽക്കുന്നു. വായുതത്വത്തിനെ തടവിലിടുമ്പോഴല്ലേ വായു ഏറ്റവും അധികം ക്ഷോഭിക്കുക. മിലിറ്ററിയിൽ ഹിമാലയത്തിൽ വരെ വാഹനം പോകുമ്പോൾ വാഹനത്തിൻ്റെ ട്രക്കിൻ്റെ ടയറിനകത്ത് വായുവാണ്. അതിനെ തടവിലിടുമ്പോൾ സമ്മർദ്ദം ഉണ്ടാവും. പിന്നെ ആകാശതത്വവും വിനയവും നമ്മുടെ ശരീരവുമായിട്ട്
100% ബന്ധമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഈ പ്രജ്ഞാപരാധം അങ്ങനെ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള സൂക്കേട് വരില്ലേ? വാദവും പിത്തവും കഫവും ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഇത് മൂന്നും കൂടി ശോഭിക്കുന്നതിനെയാണ് ത്വക്ക് രോഗങ്ങൾ എന്നും ക്യാൻസർ എന്നും എയ്ഡ്സ് എന്നും പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഇതൊക്കെ താമസിക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ വസതിയല്ല. വസതി എന്ന് പറഞ്ഞാൽ വസിക്കുന്നതാണ്. അതിൽ നിന്നാണ് വാസന എന്ന പദമുണ്ടായത്. വായുവിനകത്ത് എയർ പോക്കറ്റ്സിൽ വസിക്കുകയാണ്. വെള്ളത്തിനകത്ത് ഒരു ആകാശം ഉണ്ടാക്കി മീൻ അതിനകത്ത് വസിക്കുകയാണ്. നമുക്കിന്ന് വസിക്കുകയല്ല, നമ്മുടെ അഹങ്കാരത്തിൻ്റെ ചിഹ്നമാണ് നമ്മുടെ ഗൃഹം. വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല, ആശ്രമമല്ല, നമുക്ക് പ്രോപ്പർട്ടിയാണ്. തൊട്ട വീട് അവിടെ സെൻറ്റിന് 10 ലക്ഷമായിട്ടാണ് വിറ്റതെന്ന് ഞാൻ പറയണത് ഇവിടെ 10 ലക്ഷം എനിക്ക് കിട്ടുന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളൊക്കെ പറയില്ല എൻ്റെ അവിടെയൊക്കെ ഭയങ്കര വില, അപ്പുറത്ത് 10 ലക്ഷത്തിനാണ് വിറ്റതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ഥലത്തിന് ആ വിലയുണ്ടെന്ന് അർത്ഥം. 10 ലക്ഷം നമുക്കിതൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി ആയിട്ട് റൂമിൻ്റെ അകത്ത് പല സ്ഥലവും അടച്ചിടും. അടച്ചിട്ടിട്ട് എപ്പോഴെങ്കിലൊക്കെ കൊല്ലത്തിലാണ് ഒരു അതിഥി വരിക. അതിഥി വരില്ല, കാരണം ഗസ്റ്റ് റൂം എന്നൊക്കെ പണ്ട് ഇങ്ങനെ മുറിയൊക്കെ ആകുമ്പോൾ ആരാ നമ്മുടെ വീട്ടിലേക്ക് വരിക? ഹോട്ടലിൽ റൂം എടുക്കുക എന്നല്ലാതെ അതിൻ്റെ ഗുണം ഉണ്ടാവണ്ടേ? ഇത് അടച്ചിടൽ മാത്രമാണ്. വാതിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വാ ഇതിലേന്നാണ്. അതാണ് വാതിൽ, വാ ഇതിലെയാണ്. പക്ഷേ വീടുണ്ടാക്കിയ ദിവസം അന്ന് തന്നെ പൂട്ടിയിട്ടു, പിന്നെ അതിൻ്റെ അകത്ത് കയറില്ല. അതിനകത്ത് കയറാതാവുമ്പോൾ പഞ്ചഭൂതങ്ങളെ പൂട്ടിയിടുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പം ചോദിക്കാം, താമസിക്കണ അമേരിക്കയിലാണ്. ഇവിടെ ഇങ്ങനെ ഓരോരോ മഹത്തായുള്ള സ്ഥലത്ത് വലിയ വലിയ ദേവാലയങ്ങളുടെ മുമ്പിലൊക്കെ അങ്ങോട്ട് ഞാനത് പണിതിട്ടു. ഞാൻ താമസിക്കുന്നിടത്തില്ല, ഞാനും അതായിട്ട് എന്താ ബന്ധം ചോദിക്കാം. ബന്ധമുണ്ട്. കാരണം നമ്മുടെ വീട് നിലനിൽക്കുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. നമ്മുടെ വീട് എവിടെ നിലനിൽക്കണോ? നമ്മുടെ മനസ്സാണ്. കിടന്നുറങ്ങുന്നൊരു വീട്ടിൽ രാത്രി വാതിലടക്കാൻ ചെല്ലുമ്പോൾ ഒരു പെരിച്ചാഴി ചത്ത് കിടക്കണു. പെരിച്ചാഴിക്ക് ശുദ്ധോ അശുദ്ധോ ഈ ഭൂമിയിലില്ല. പക്ഷെ ചത്ത പെരിച്ചാഴി എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് അശുദ്ധമായിട്ടും ഈ വീട് എൻ്റേതായിട്ടും ഞാൻ കാണുമ്പോൾ അത് കിടക്കുന്നത് എൻ്റെ അകത്താണ്. ആ വീട് എൻ്റെ ആയിട്ടാണല്ലോ ഞാൻ കാണുന്നത്, നമ്മുടെ മുതലായിട്ടാണല്ലോ കാണുന്നത്. ഇങ്ങനെ വരുമ്പോൾ മലയാളികൾ ഏറ്റവും അധികം പ്രജ്ഞാപരാധം ചെയ്യുന്നവരുമാണ്. ഭീഷ്മസ്തുതി ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. പുറമേക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ചെയ്തികൾ, മനസ്സ് ഇതുമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ പുറത്തല്ലേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അല്ല. നമ്മുടെ വീടിൻ്റെ മതിലുകൾക്ക് ഇപ്പുറത്ത് കിടക്കുന്ന ഒരു കുപ്പിച്ചില്ല് കിടക്കുന്ന എവിടെയാണ്? നമ്മുടെ അകത്ത്. കുപ്പിച്ചില്ലിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മോശമായിട്ടാണ് കാണുന്നത്. അപ്പോൾ കുപ്പിച്ചില്ല് കിടക്കുന്നത് ഇവിടെയാണ്. പക്ഷെ ഈ ലോകം മുഴുവൻ എൻ്റേതാണ് എന്നുള്ള രീതിയിൽ മാനസിക തലത്തിലേക്ക് ഉയരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമല്ല. നാം ഭീഷ്മസ്തുതിയിൽ പറഞ്ഞ തത്വം നമ്മുടെ ജീവിതവുമായിട്ട് 100% ബന്ധമുണ്ട്. ഏതൊരാൾക്കും ഒന്ന് സ്വയം ചിന്തിച്ചാൽ നമ്മുടെ കർമ്മമാണ് നമ്മുടെ കർമ്മഫലങ്ങൾക്ക് കാരണം. പഞ്ചഭൂതങ്ങൾ 5 ബേസിക് ക്യാരക്ടറുണ്ട്, മാറ്റമില്ലാത്ത ഒരാളുടെ വ്യാഖ്യാനമല്ല. ഈ 5 കൊണ്ടാണ് നമ്മളെ നിർമ്മിക്കപ്പെട്ടുള്ളത്. ഈ 5 ആകാശതത്വത്തിൻ്റെ അടിസ്ഥാന ക്യാരക്ടറാണ് വിനയം. അതുകൊണ്ടാണ് വിനയമില്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ ഉണ്ടാവും. വിനയം. ഒരു കർമ്മം ഞാൻ ചെയ്തു എന്ന് ധരിച്ചാൽ അതിൻ്റെ പേരെന്ന വിനയമില്ലായ്മ. നമ്മൾ വൈകുന്നേരം വരെ നമ്മുടെ വാക്കുകൾ 6019 വേദിയിൽ 19ാമായിട്ട് ഞാൻ പറയുകയും ഈ വേദിയിൽ 9 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും പറയേണ്ടി വന്നു. എൻ്റെ ജാതകഫലം അനുസരിച്ച് ഞാൻ എവിടെ പ്രസംഗിക്കാൻ പോയാലും 1 കറണ്ട് പോകാറുണ്ട്. അതും അല്ലെങ്കിൽ മഴ പെയ്യും. ഇതിൽ 2-1 സംഭവിക്കാതെ ഇന്നേ വരെ ഇരുന്നിട്ടില്ല. അത് കൃഷ്ണൻ എൻ്റെ തലയിൽ വരച്ചാണ്. ഇന്നിപ്പോൾ എന്തേ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് ഇത് സംഭവിക്കാത്തത് എന്ന് പറഞ്ഞാൽ ജാതകഫലം തിരുത്താനായിട്ട് കഴിയും. പക്ഷെ തിരുത്താൻ പറ്റും. ജാതകഫലം തിരുത്താൻ പറ്റില്ലെങ്കിൽ തിരുത്താൻ പറ്റും. മഹാഭാരത യുദ്ധം എപ്പോൾ തുടങ്ങിയാലാണ് ജയിക്കുക എന്ന് ദുര്യോധനന് അറിയണം. അപ്പം നമ്പർ 1 ജ്യോത്സ്യനാണ് സഹദേവൻ. സഹദേവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് തന്നെയാണ് നമ്മുടെ ആനന്ദമയ കോശം.
ആനന്ദമയ കോശം എന്ന സഹാകൂട്ടൻ ദേവൻ, ദേവനുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന നമ്മളിലെ അംശമാണ് സഹദേവൻ. നാം പ്രവചിക്കുന്നത് നമ്മളിലെ സഹദേവനെ കൊണ്ടാണ്. നാം ഡാറ്റ മുഴുവൻ എടുക്കുന്നത് നമ്മളിലെ ശൃംഗാരാകുന്ന നകുലനിൽ നിന്ന്. നകുലനാണ് ഈ എന്തെങ്കിലും ഒരു സന്ധി സംഭാഷണമൊക്കെ വരുമ്പോൾ നകുലനെ കൊണ്ടുവരും. നമ്മളിലെ ധർമ്മപുത്രനാണ് ഇരിക്കുന്നത്, നമ്മളിലെ ഭീമനാണ് ഈ ശ്വാസം എടുക്കുന്നത്. നമ്മുടെ മനസ്സാണ് അർജുനൻ. അതുകൊണ്ടാണ് ഇന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് ഗീത അർജുനന് ഉപദേശിക്കാനുള്ള കാരണവും അതാണ്. അപ്പം സഹദേവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കൃഷ്ണ കൗരവന്മാർ വന്നിട്ട് പറഞ്ഞു, എപ്പോൾ യുദ്ധം തുടങ്ങിയാൽ കൗരവന്മാർ ജയിക്കും? കൃത്യമായിട്ട്, ഇനി അതിലും വലിയൊരു ജ്യോത്സ്യനില്ല, കൃത്യമായിട്ട് മുഹൂർത്തം കുറിച്ച് ഈ സമയത്ത് യുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞു. അതറിഞ്ഞ് വിജയിക്കുന്ന തീർച്ചയായും ദുര്യോധനം വരുമ്പോൾ കൃഷ്ണനെ കണ്ടു. എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണനോട് പറഞ്ഞു കൊടുത്തു, എനിക്ക് മുഹൂർത്തം മുറിച്ചു വന്നു. സഹദേവനോട് കൃഷ്ണൻ ചോദിച്ചു, എന്ത് പണിയാ സഹദേവ ചെയ്തതിന്? ഇപ്പോൾ യുദ്ധത്തിൽ അവർ ജയിക്കില്ലേ? കൃത്യം ആ സമയത്തല്ലേ മുഹൂർത്തം കുറിച്ച് കൊടുത്ത്? എൻ്റെ ഡ്യൂട്ടിയാണ്, എനിക്ക് പ്രവചന ശക്തിയുണ്ട്. എൻ്റെ അടുത്ത് വന്ന ആളോട് കൃത്യം മുഹൂർത്തം കുറിച്ച് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ചിരിച്ചുകൊണ്ട് കൃഷ്ണന് പോരും. ഇങ്ങനെ നോക്കുമ്പോൾ ആര് ജയിക്കേണ്ടതാണ്? കൗരവന്മാർ ജയിക്കേണ്ടതാണ്. പക്ഷേ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിക്കാൻ കാരണം പരമശക്തനായുള്ള കൃഷ്ണൻ ഗ്രഹനില തെറ്റിച്ചു. കൃഷ്ണൻ വിചാരിച്ചാൽ ഗ്രഹനില തെറ്റിക്കാം. കൃഷ്ണന്റെ പ്രതിജ്ഞയും വേണമെങ്കിൽ ലംഘിച്ച് ഭക്തനെ സഹായിക്കാനായിട്ട് കഴിയും. ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഭീഷ്മർ നമുക്ക് ഭീഷ്മസ്തുതിയിൽ പറയണു, കൃഷ്ണൻ വിചാരിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യമല്ല. ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ചെയ്തികൾ, ഇത് കൃഷ്ണനുമായിട്ട് കേട്ടാൽ കൃഷ്ണൻ അനുകൂലിക്കുന്നതാവണം. ഗുരുവായൂർ ചെന്നിട്ട് കൃഷ്ണൻ നമുക്കൊരു ഇൻ്റർവ്യൂ തന്നാൽ ഗീത വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുക. ഞാൻ പറയണ കാര്യങ്ങളൊക്കെ അനുസരിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുക. അർജുനനോട് ചോദിക്കുന്ന അതേ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഭീഷ്മരുടെ സ്തുതിയിൽ പറഞ്ഞതും കുന്തിദേവിയുടെ സ്തുതിയിൽ പറഞ്ഞതും രണ്ട് രീതിയിലാണ്. കുന്തിദേവി ദുഃഖം ചോദിച്ച് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, ഭീഷ്മരാകട്ടെ നേരെ തിരിച്ചാണ്. ഹിതത്തിനെതിരായിട്ട് കൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അത് തൻ്റെ ഗുണത്തിനാണെന്ന് ഭീഷ്മർക്ക് അറിയാമായിരുന്നു. ബ്രാഹ്മണനും കൃഷ്ണനും ധർമ്മവും ഒത്തുചേർന്നിട്ട് വരെ അവിടെ കണ്ണുനീരുണ്ടായില്ലേ എന്ന് ഭീഷ്മാചാര്യർ ചോദിക്കുന്നു. ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാർഗത്തിൽ കുറിച്ചറിയുന്ന സത്സംഗത്തിൽ ഏർപ്പെട്ട നല്ല മനസ്സുകൾ എന്നാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവിടെ വിജയം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ബ്രാഹ്മണൻ എന്ന് വിചാരിക്കാവുന്ന ആ സംവിധാനത്തിലുള്ളവർ ആ കൂട്ടത്തിലുണ്ട്. അതുകൂടാതെ ധർമ്മം അപ്പുറത്തുണ്ടായിരുന്നു. എന്നിട്ടും ദുഃഖം അനുഭവിക്കേണ്ടി വന്നില്ലേ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ചിരിച്ചു. കൃഷ്ണൻ ബ്രഹ്മചാരിയാണ് എന്ന് പറയുമ്പോഴും കൃഷ്ണൻ ചിരിക്കും. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണ കൃഷ്ണൻ്റെ ജന്മസ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു കുടുംബവുമായിട്ട് പരിചയപ്പെട്ടു. ഞാൻ ഇന്ത്യ മുഴുവൻ അങ്ങനെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, കന്യാകുമാരി മുതൽ ഹിമാലയം വരെ. എൻ്റെ 42 പുസ്തകങ്ങളിൽ ഏറ്റവും വിൽപ്പനയുള്ള ആ പുസ്തകം. അപ്പം ആ കുടുംബത്തോട് പറഞ്ഞിട്ട് അവർക്ക് എന്തോ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. ഇനി ഒരിക്കലും അവരെ കാണാൻ സാധ്യതയില്ല. എങ്കിലും ഞാൻ അവിടുന്ന് പോരുമ്പോൾ അവരോട് പറഞ്ഞു, പോട്ടെ ഇനിയും വരാമെന്ന് പറഞ്ഞു. അപ്പം ആ ഗൃഹനാഥൻ പറഞ്ഞ വരിയാണ്, ഇനിയും വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയ ഒരാളുണ്ട്, പണ്ടത്തെ കൃഷ്ണൻ. അദ്ദേഹം വരെ വന്നിട്ടില്ല, ഇനി എന്നിട്ടാണോ നിങ്ങൾ വരാൻ പോണത്? അത് ആലോചിക്കുമ്പോൾ ഭയങ്കര മനപ്രയാസം. ആ വരി, ഞങ്ങളുടെ കൃഷ്ണൻ ഇവിടുന്ന് പോയിട്ട് വന്നിട്ടില്ല അതുവരെ, ഇനിയാണോ താങ്കൾ വരുന്നത് എന്ന്. കൃഷ്ണനും രാധയും അവിടുത്തെ 2 ഗ്രാമത്തിൽ ജനിച്ചവർ. രാധയുടെ ഗ്രാമത്തിലുള്ള പുരുഷന്മാർ കൃഷ്ണൻ്റെ ഗ്രാമത്തിലും തിരിച്ചും മറിച്ചും വിവാഹബന്ധം ഇപ്പോഴും നടക്കില്ല. അറേഞ്ച്ഡ് കല്യാണം. കാരണം അറേഞ്ച്ഡ് കല്യാണം ഇപ്പോൾ ഈ രാധയുടെയും കൃഷ്ണൻ്റെയും ഗ്രാമത്തിലുള്ളവർ തമ്മിൽ നടന്നാൽ രാധാകൃഷ്ണ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് മാംസളമായ അനുരാഗമല്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം. രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രണയത്തെ നമ്മൾ പ്രശംസിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
രാധയുടെ നാട്ടിൽ നിന്ന് കൃഷ്ണൻ്റെ നാട്ടുകാരന് ഇപ്പോഴും വിവാഹം കഴിക്കാൻ. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ്റെ ഓരോരോ കാര്യങ്ങൾക്കും അനവധി അർത്ഥതലങ്ങൾ ഉണ്ട്. കൃഷ്ണൻ കയ്യൊന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ നിൽപ്പ് നോക്കിയിട്ടുണ്ടോ? കുത്തനക്കില്ല. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൃഷ്ണപ്പൊരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ ഉദ്യോഗം കൊടുക്കില്ല എന്ന് മാത്രമല്ല, നേരാമണ്ണം നിൽക്കാൻ പറയും. കുത്തനൊക്കെ മര്യാദയ്ക്ക് നിൽക്കാൻ. കാരണം ഒന്ന് ചെരിഞ്ഞിട്ടാ വലത്തോട്ട്. ഗ്ലോബ് നോക്കിയിട്ടുണ്ടോ? ഗ്ലോബ് ഒന്ന് ചെരിഞ്ഞിട്ട. ടോട്ടൽ യൂണിവേഴ്സ് വലത്തോട്ടൊന്ന് ചെരിഞ്ഞിട്ട. അപ്പം ആ നിൽക്കുന്നത് മുതൽക്ക്, ആ ഓടക്കുഴൽ പിടിച്ചത് മുതൽക്ക് ഓരോരോ കാര്യം കൃഷ്ണൻ്റെ വളരെ പ്രതീകാത്മകവും നേരിട്ട് നമ്മുടെ പ്രജ്ഞയെ ബാധിക്കുന്നതും ആണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ബ്രഹ്മചാരിയാണ്. ഭർത്താക്കന്മാരും സഹോദരങ്ങളും ഉപേക്ഷിച്ച 16,000 സ്ത്രീകൾക്ക് ഒഫീഷ്യൽ സ്റ്റാറ്റസ്, രാജപത്നി എന്ന സ്റ്റാറ്റസ് പ്രഖ്യാപിച്ചത് ആ ഒരു സംസ്കാരം ഉണ്ടാക്കി തന്നത് കൃഷ്ണനല്ലേ? കൃഷ്ണൻ ചെയ്തതല്ലേ നമ്മുടെ ഭരണാധികാരികൾ ചെയ്യേണ്ടത്? ഇങ്ങനെ എല്ലാവരും അവഗണിച്ച്, ഭർത്താക്കന്മാരും എല്ലാവരും അവഗണിച്ച 16,000 സ്ത്രീകൾക്ക് നമ്മളുടെ ഏറ്റവും വലിയ ഉയർന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുടെ പത്നിയുടെ സ്റ്റാറ്റസ് പ്രഖ്യാപിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെ ഇരിക്കും? പ്രോഡമുണ്ട്, LIC, പെൻഷൻ, താമസിക്കാനുള്ള സൗകര്യം. ആ സ്റ്റാറ്റസ് പ്രഖ്യാപനമാണ് പരമാത്മാവ് ചെയ്ത ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ പ്രജ്ഞ ഉയരുമ്പോൾ ചെയ്യും. ഇവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക് ഇന്ത്യയിലെ പരമാധികാരിയുടെ പത്നിക്ക് ഉണ്ടാകാവുന്ന സ്റ്റാറ്റസ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ആരാ ചെയ്ത്? ഇതേമാതിരി എത്ര കാര്യങ്ങളാണ്. അപ്പോൾ ഭീഷ്മസ്തുതിയും കുന്തിസ്തുതിയും കൂടി നാം താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ അതിൽ ഉണ്ട്. ഭാഗവതം ഓരോ ദിവസവും വായിക്കുമ്പോൾ, ഞാൻ ഈ പ്രഭാഷണമൊക്കെ നിർവഹിക്കുമ്പോൾ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് സംസാരിക്കണമെന്ന് ചിന്മയാനന്ദ സ്വാമി എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അമൃതാനന്ദമയ്യ അമ്മ ഒരു 30 വർഷം മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നമുക്ക് ലളിതവൽക്കരിക്കുകയാണ് ചെയ്യേണ്ടത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും കോസ്റ്റലി ലളിതം എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് ടാർ. കുറച്ചും കൂടി പുരോഗമിച്ച ചുവന്ന മണ്ണെണ്ണ, അതിനേക്കാൾ പുരോഗമിച്ച മണ്ണെണ്ണ, പിന്നെ ഡീസൽ, പെട്രോൾ. ഏറ്റവും പ്യൂരിഫൈഡ് എന്താണ്? നേരിട്ട് ഇങ്ങോട്ട് വന്ന നമ്മുടെ അടുക്കളയിലേക്ക് പ്രവേശനം കുക്കിംഗ് ഗ്യാസിനാണ്. കുക്കിംഗ് ഗ്യാസുകാരോട് വന്നാൽ എല്ലാവരും മാറി ഗ്യാസ് കുറ്റി നേരിട്ട് അടുക്കളയിൽ കൊണ്ടുവയ്ക്കും. ഇത്ര സ്വാതന്ത്ര്യം ആർക്കുള്ളത്? വേദാന്തത്തെ കുക്കിംഗ് ഗ്യാസാക്കി മാറ്റണം, അടുക്കളയിലേക്ക് വരണം. നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഭീഷ്മർ പണ്ട് ഇങ്ങനെ എന്തൊക്കെ സ്തുതിച്ചു എന്നുള്ളതിനേക്കാൾ ഇന്നത്തെ ജീവിതത്തിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ ഒതുങ്ങുന്ന നമ്മുടെ കുടുംബത്ത് ഈ ഭീഷ്മസ്തുതി എങ്ങനെ നമുക്ക് ഏതൊക്കെ ഇതിലത്തെ അഡോപ്റ്റ് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാം. നാം എന്ത് ചെയ്യുമ്പോഴും പഞ്ചഭൂതങ്ങൾ 5 കാണുകയാണ്. ഒരാളോടും നമുക്ക് നുണ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓരോ കർമ്മം നമ്മൾ ആകാശം, വായു, അഗ്നി 5 കാണുക. വിനയമില്ലെങ്കിൽ അബദ്ധമായി. ഊർധമുഖ വ്യക്തിത്വം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ സമൂഹത്തിന് ഗുണം ഉള്ളതായിരിക്കണം. ഏത് കർമ്മമാണ്, കല തുടങ്ങിയ കർമ്മങ്ങളൊക്കെ സമൂഹത്തിനെ വളരെ ഉദ്ധരിക്കുന്നതായിരിക്കണം. പീസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കണം. പീസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കുന്നതാണോ ഇപ്പോഴത്തെ കലകളൊക്കെ എന്ന് ചോദിക്കാം. പീസ് ഓഫ് മൈൻഡ് ഉണ്ടാക്കുന്ന ആവണം. അങ്ങനെ അല്ലാത്തവരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അലുമിനിയ പാത്രം ഞണങ്ങിയ മാതിരിയിരിക്കും. എന്താ ഇത്ര സമ്പന്നരും കോടിക്കണക്കിൽ രൂപയും ഇത്ര വീടും ബംഗ്ലാവും ഒക്കെ ഉണ്ടായിട്ട് അവരുടെ മുഖം അലുമിനിയ പാത്രം ഞണങ്ങിയ മാതിരി ഇരിക്കുന്നത്? ഇരിക്കാനുള്ള കാരണം ഭീഷ്മർ പറഞ്ഞൊരു കാര്യമാണ്, പ്രജ്ഞക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അവർക്ക് സമാധാനം കിട്ടുകയില്ല. ചുറ്റും കാരുണ്യം ഉണ്ടാകണം. വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കണം എന്നാ പറയുക. കെട്ടിങ്ങനെ നിന്നില്ലെങ്കിൽ ശരി, ജലാംശം ഉണ്ടാകണം. എങ്കിലേ നമുക്ക് കാരുണ്യം ഉണ്ടാവുള്ളൂ. നമുക്ക് കാരുണ്യമില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ ഉണ്ട്. ഭൂമിതത്വവും ജലതത്വവും ചേർന്നതിൻ്റെ പേരാണ് ആ
രുചിയാണ് മധുരം. നമ്മളെ നിർമ്മിക്കപ്പെട്ടുള്ളത് മധുരം കൊണ്ട്. അതുകൊണ്ടാണ് മധുര മീനാക്ഷി എന്ന് വിളിച്ചത്. മീൻ ജീവിക്കുന്നത് വെള്ളത്തിലല്ല, ആകാശത്തിലാണ്. മീനിൻ്റെ കൃഷ്ണമണി ഒരിക്കലും അടയുകയില്ല. പല പ്രത്യേകതയും. വെള്ളത്തിലാണെങ്കിൽ ശരി, വെള്ളം മീനിൽ കയറുകയില്ല. നമ്മുടെ ഓരോ പ്രതീകവും അങ്ങനെയാണ്. അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നവരും ഭാഗവത ഭക്തന്മാരും അവർ പറയുന്ന ഓരോരോ വരികളും നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം വേദാന്തത്തെ പറഞ്ഞ് കൊടുക്കാൻ. ഈ പ്രതീകങ്ങളിലെ മുഴുവൻ അർത്ഥം. നമ്മുടെ ഈ ഭൂമിയെ, ലോകത്തെ താങ്ങുന്നത് അനന്തനാണ്. ഇതെല്ലാം നിൽക്കുന്നത് എന്തിൻ്റെ മുകളിലാണ്? ഒരു ആമയുടെ മുകളിൽ. ആമ എന്ന് പറഞ്ഞാൽ, നേരത്തെ കുതിര എന്ന് പറഞ്ഞാൽ സ്പീഡ് എന്ന് പറഞ്ഞ പോലെ ആമ എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. ആമ. കറക്റ്റ്. തമിഴിൽ കറക്റ്റ്. രണ്ട്, മൗനം. കണ്ണ്, കാത്, മൂക്ക്, ഒക്കെ തൊക്ക്. മൗനം. അകത്തേക്ക് തിരിയുക. നിൽക്കുന്ന അകത്ത് കയറി തൊഴണല്ലോ എന്നൊരാൾ പ്രസിദ്ധ ദേവാലയത്തിൻ്റെ മുമ്പിൽ. ഞാൻ പറഞ്ഞു, എന്തിനാ അകത്ത് കയറി തൊഴുന്നത്? അകത്ത് കയറ്റി തൊഴുകയാണ് വേണ്ടത്. കയറുക എന്നുള്ളതിൻ്റെ റായുടെ താഴെ ഒരു റാ. അകത്ത് കയറ്റി തൊഴുക, അകത്ത് കയറി തൊഴുകല്ല. ഈ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. ഇതുകൊണ്ടാണ് നമുക്ക് നിത്യജീവിതത്തിലേക്ക് ആധ്യാത്മിക തത്വങ്ങളെ കൊണ്ടുവരിക. ഇനിയുള്ള ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മളിപ്പോൾ ഭീഷ്മരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭീഷ്മരെ പോലെ കഴിയുന്നവരുണ്ട്. ഓരോരുത്തരുടെ പോക്കറ്റിലും സ്ലിപ്പാണ്, മരുന്ന് വാങ്ങാനുള്ള സ്ലിപ്പേ. അതുകൊണ്ട് പണ്ട് ഡോക്ടർ മകളുടെ കല്യാണത്തിന് ക്ഷണക്കത്ത് കിട്ടാത്തതുകൊണ്ട് ഒരാൾക്ക് കുറിച്ചു കൊടുത്തു കത്ത്. ഇദ്ദേഹത്തിന് വായിക്കാൻ, കയ്യക്ഷരം വായിക്കാത്തതുകൊണ്ട് മെഡിക്കൽ ഷോപ്പ് ചെന്നപ്പോൾ 1500 രൂപ മരുന്നും കൊടുത്തു. ഡോക്ടർ എഴുതി കൊടുത്തത് കല്യാണത്തിന്, മകളുടെ കല്യാണത്തിന് വരണം എന്നാണ്. അതേമാതിരി നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഭീഷ്മരാണ്. ഇതേപോലെ കുന്തിദേവി എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊക്കെ കുന്തിദേവിയാണ്. ശരശയ്യ എന്നുള്ള വാക്ക് നോക്കണ്ട. ശരശയ്യയുടെ പേരല്ലേ ഭീഷ്മര്? ശരശയ്യയിൽ ഒരുമിച്ച് കിടക്കുന്നതിൻ്റെ പേരല്ലേ ഡെയിലി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നത്? രണ്ടും ഒന്നല്ലേ സംഗതി. ഡെയിലി ഇഞ്ചക്ഷൻ്റെ ശക്തിയിൽ നിൽക്കാന്നാണ്. അപ്പോൾ കുന്തിയും ഭീഷ്മരും നമ്മൾ. അവർ സ്തുതിച്ച ആരാണ്? കൃഷ്ണനെയാണ്. കൃഷ്ണൻ നമുക്ക് ചുറ്റുമുള്ള പ്രകാശവലയം, ഓറ. ആ ഓറ ശക്തമായി നിൽക്കണം. ശക്തമായി നിൽക്കണമെങ്കിൽ നല്ല ചിന്തകളില്ലെങ്കിൽ ദുശ്ചിന്തകളിലേക്ക് വന്നാൽ നമുക്ക് തന്നെയാണ് അബദ്ധം. ഇതൊക്കെ നമ്മുടെ മനസ്സിലാണ് കിടക്കണത്. ചീത്ത കാര്യങ്ങൾ കണ്ടാൽ എവിടെ കിടന്ന്? ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വഴിയിൽ വെച്ചിട്ടൊരു വൃത്തികെട്ട സാധനം ചത്ത് കിടക്കുന്ന കണ്ടു. ചോറ് ചെല്ലുന്നില്ല. എന്താ ചോറ് ചെല്ലാത്തത്? ആ ചത്ത് കിടക്കുന്ന സാധനം കിടക്കുന്നത് നമ്മുടെ അകത്താണ്. അതുകൊണ്ടാണ് അതിലേക്ക് നോക്കാൻ പോയാൽ ഇതൊക്കെ നമ്മുടെ മനസ്സാണ്. മനസ്ഥിതിയാണ് പരിതസ്ഥിതി. ഏത് കാര്യം ഭാഗവതം ഒന്നാണ് ചുരുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തിലെ ചരിത്രം മുഴുവൻ ചുരുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചുരുക്കുക? കുറെ പേര് ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ഇതെല്ലാം ഇപ്പം ഹിസ്റ്ററി പഠിക്കാറില്ലേ? ഇതുപോലെ ഭാഗവതം ഒന്ന് ചുരുക്കാൻ പറഞ്ഞാൽ എന്താണ്? മനസ്ഥിതിയാണ് പരിതസ്ഥിതി. അപ്പം നമ്മൾ മനസ്ഥിതിയിൽ എന്തൊക്കെ തിരുത്തു വരുത്താൻ കഴിയുമെന്ന് നോക്കണം. ഇവിടെ എല്ലാ കൊല്ലവും സ്വാമിനെ വിളിക്കാറുണ്ട്. ബ്രഹ്മാനന്ദ സ്വാമി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം എല്ലാ തവണയും കേൾക്കും. സ്വാമി പ്രസംഗിക്കുമ്പോൾ ചോദിക്കുമല്ലോ, കേൾക്കണില്ലേ എന്ന്. ഞാൻ കോഴിക്കോട് മാങ്കാവിൽ നിന്നിട്ട് കേൾക്കുന്നുണ്ട് എന്ന് ഓരോ തവണയും വിളിച്ചു പറയും. ഭാര്യ എന്നെ ചീത്ത പറയൽ നിർത്തിയിരിക്കണു. കാര്യം എന്താ വെച്ചാൽ, ഇത് എന്തിനാ എപ്പോഴും പറഞ്ഞു? ഞാൻ പറഞ്ഞു സ്വാമി കേൾക്കും. അടുത്ത വീട്ടുകാരനോട് ഞാൻ പറഞ്ഞു സ്വാമി കേൾക്കും. അത്ര ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ട് സ്വാമി പറയാണ്. അത്ര ആത്മാർത്ഥം കൊണ്ട് മാത്രമല്ല, പറയണത് കേൾക്കൊന്നും കൂടി അത് പറഞ്ഞോട്ടെ. അതാണ് നാമത്തിൻ്റെ ശക്തി. അത് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാണ്. ഏറ്റവും വേഗത പ്രകാശത്തിനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ശബ്ദത്തിനാണ് ഏറ്റവും വേഗത. പക്ഷെ ശബ്ദം, അതുകൊണ്ടാണ് നാമത്തിന് ശക്തിയുണ്ട് എന്ന് പറയാൻ കാരണം. ശബ്ദം 1 മണിക്കൂറിൽ 260 നാഴികയല്ലേ പോവുള്ളൂ. പ്രകാശം 1 സെക്കൻഡിൽ 1,86,250 നാഴിക പോവില്ലേ? പോവും. അതല്ല, ശബ്ദത്തിന് അനവധി അടരുകൾ ഉണ്ട്. അതിൽ പര എന്നുള്ള രീതി ശബ്ദത്തിൻ്റെ. അമേരിക്ക എന്ന് പറയുമ്പോഴേക്കും അമേരിക്ക പോയി വന്നു. അപ്പം ചോദിക്കുക, അത് മനസ്സുകൊണ്ടല്ലേ പോയി വന്നതെന്ന്. മനസ്സിനെ പ്രവർത്തിക്കുന്നത് ശബ്ദമാണ്, പ്രകാശം അല്ല. മനസ്സ് പ്രവർത്തിക്കുന്നത് ശബ്ദത്തിലൂടെ. അതുകൊണ്ടാണ് പരാശക്തി.
അപ്പോൾ എലിക്ക് കുത്തിവെച്ച് 1000 കൊല്ലം നടത്തുന്ന പരീക്ഷണം പരാശക്തിയിലേക്ക് സൗണ്ട് വഴി വിന്യസിച്ച് നാമം ജപിക്കുമ്പോൾ ഈ പരീക്ഷണത്തിൻ്റെ മുഴുവൻ എഫക്റ്റ് കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാർ മഹത്തായ ഗ്രന്ഥം എഴുതിയത്, കണ്ണടച്ച് പറഞ്ഞു കൊടുത്ത്. പരാശക്തി. ആ പരാശക്തിയിലേക്ക് നീങ്ങാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ തടസ്സമാണെന്നേ ഉള്ളൂ. കണ്ണ് എന്ന ഇന്ദ്രിയം പരാശക്തിയുമായിട്ട് ബന്ധിക്കുന്ന കാര്യത്തിൽ തടസ്സമാണ്. എൻ്റെ ഒരു പ്രിയ മിത്രമുണ്ട്, ബാലൻ പൂതേരി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളുടെ ആരാധകനാണ് ഞാൻ. എങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടാണ് എഴുതിക്കുന്നത്. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ എവിടുന്നാ ഈ വിജ്ഞാനം കിട്ടണം? പരാശക്തിയാണ്. പരാശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിൻ്റെ വലിയ ശക്തിവിശേഷമുണ്ട് എന്നുള്ളതാണ് ഭീഷ്മസ്തുതിയും കുന്തിസ്തുതിയും നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് മടങ്ങും. ഞാൻ അവിടെ മാങ്കാലാണ് താമസിക്കുന്നത്. എല്ലാ കൊല്ലവും എന്നെ ഇതേമാതിരി വിളിക്കണം. അതുപോലെ സ്വാമിയുടെ ഇത് വിളി കേൾക്കണം നമ്മൾ. കാരണം എന്താ വെച്ചാൽ വിളി കേൾക്കുന്ന സ്വാമി അറിയും തൻ്റെ ഭക്തന്മാർ. അതുകൊണ്ട് കേൾക്കണില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഓരോ തവണയും കേൾക്കുന്നുണ്ട് സ്വാമി. ഞാനും ചോദിക്കുകയാണ് കേൾക്കണില്ലേ എന്ന് ഞാനും വീണ്ടും ചോദിച്ചുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.